മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ശരി, ഇന്ന് നമുക്ക് ചന്ദ്രനെ കുറിച്ച് പഠിക്കണം. സൂര്യനെ കുറിച്ചും സൂര്യന്റെ രാശിയായ ചിങ്ങൻ രാശിയെ കുറിച്ചും പഠിച്ചു. അടുത്ത ചന്ദ്രൻ. സൂര്യനെ പഠിച്ചപ്പോൾ കാലാത്മ ദിനകൃതം എന്ന് പഠിച്ചു. കാലാത്മ ദിനകൃതം. ചന്ദ്രന് അതിൻ്റെ അടുത്ത വാക്ക്, അതായത് ഇത് ഓരയിലെ 2-1 ഓരയിലെ 2ാമത്തെ ചാപ്റ്ററിൽ 1ാമത്തെ പ്രമാണമാണ് പറയുന്നത്. കാലാത്മാ ദിനകൃതം എന്ന് പറഞ്ഞത് സൂര്യന്. എന്നിട്ട് അടുത്ത വാക്ക് മനസ്തുകിനകു. തുകിനകു മനസ്സിന്റെ കാരകത്വം, തണുപ്പിനെ സൃഷ്ടിക്കുന്നവൻ എന്നർത്ഥം. അതാണ് ചന്ദ്രൻ. തുകിനകു, ചന്ദ്രൻ മനസ്സിന്റെ കാരകനാകുന്നു. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ ശ്ലോകത്തിൽ പറയുന്നത് കാലാത്മാ ദിനകൃതം മനസ്തുകിനകു സത്വം കുജോ യജ്ഞ വജോ ജീവേ ജ്ഞാനസുഖേ സിതസ്യ മദനോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നു. മന്നോ അലസ എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അപ്പോൾ ഒറ്റ വാക്കിൽ ആ ചാപ്റ്ററിൽ വരുന്നത് അത്രയും കാരകത്വങ്ങളാണ്. ഒരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനെ കുറിച്ച് ജീവനെ പറയാം, ചന്ദ്രനെ കുറിച്ച് മനസ്സിനെ പറയാമെന്നാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരകത്വം മനസ്സ്. ജീവനും മനസ്സുമാണ്. ഒരു മനസ്സെന്ന് വെച്ചാൽ നമ്മളെ പ്രവർത്തനത്തിന്റെ ഗതിയാണ് മനസ്സെന്ന് ഉദ്ദേശിക്കുന്നത്. തലച്ചോറിന്റെ പ്രവർത്തനം, നമ്മളെ പ്രവർത്തനങ്ങളെല്ലാം മനസ്സ് മാറിക്കഴിഞ്ഞാൽ എല്ലാം പോയി. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ആയിപ്പോയാൽ നമ്മളിതെല്ലാം ഇട്ടിട്ട് പോകും. മനസ്സ് മാറരുത്. അപ്പോൾ മനസ്സിന്റെ കാരകത്വം ചന്ദ്രനാണ്. അതാണ് ഫസ്റ്റ് കാര്യം. മനസ്തുകിനകു, മനസ്സിന്റെ കാരകത്വം ചന്ദ്രന്. ചന്ദ്രന് ബലക്കുറവ് വന്നാൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും. ബലക്കുറവും അനിഷ്ടസ്ഥിതിയും പാപബന്ധവും ഒക്കെ കൂടി വന്നാൽ നമ്മൾ നോക്കണം എങ്ങനെയാണെന്ന്. ജാതകം നോക്കി മനസ്സിലാക്കണം. അനിഷ്ടസ്ഥിതിയും പാപബന്ധങ്ങളും വളരെ കൂടുതലായിട്ട് വന്നു പോയാൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടവരും. മനസ്സിന്റെ കാരകനാണ്. ചന്ദ്രന് ബലം ഉണ്ടെങ്കിൽ നല്ല പ്ലസന്റ് മൈൻഡായിരിക്കും. ചന്ദ്രന് ബലം ഉണ്ടെങ്കിൽ മനസ്സിന് നല്ല സുഖം കിട്ടും. ചന്ദ്രന് ബലം കുറയുകയോ ബലം കുറഞ്ഞ് അനിഷ്ടസ്ഥിതി വരികയോ പാപബന്ധങ്ങൾ വെച്ചാൽ ചൊവ്വയുടെയോ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ചൊവ്വയുടെയോ ശനിയുടെയൊക്കെ യോഗ ദൃഷ്ടികളൊക്കെ വന്നു പോയാൽ കുഴപ്പമോ. മനസ്സിന്റെ കാരകത്വം ഉള്ളതുകൊണ്ടാണ് മനസ്സിനെ ബാധിക്കുന്നത്. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. ചന്ദ്രന് ബലമുണ്ടെങ്കിൽ മനസ്സ് നല്ല ശുദ്ധമായി, മനസ്സ് ശുദ്ധമല്ല, മനസ്സിന് നല്ല സുഖം കിട്ടും. അതല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും. ചന്ദ്രന് പാപയോഗം, ചന്ദ്രന് പക്ഷബലക്കുറവ്. ചന്ദ്രന് ഏറ്റവും വലിയ ബലം പക്ഷബലമാണ്. അതറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. കറുത്ത വാവ് അതിനു മുന്നിലും പിന്നിലും 5 ദിവസങ്ങളെങ്കിലും കുറഞ്ഞത് ചന്ദ്രന് കടുത്ത ബലക്കുറവാണ്. കറുത്ത വാവിന് മുൻപുള്ള 5 ദിവസം എന്ന് പറയുമ്പോൾ കൃഷ്ണപക്ഷ, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി എല്ലാം വരും. കറുത്ത വാവ് കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം പ്രഥമ, ദ്വിതീയ, ശുക്ലപക്ഷ പ്രഥമ, ദ്വിതീയ, ചതുർത്ഥി, പഞ്ചമി. അതിൽ ഏറ്റവും പ്രധാനം കറുത്ത വാവിന് മുന്നിൽ വരുന്ന ഒരു 5 ദിവസം എന്ന് പറഞ്ഞാൽ 5 അല്ല, 6-7 ദിവസമൊക്കെ എടുക്കാം. കുറഞ്ഞത് 5 ദിവസം അപ്പുറവും 5 ദിവസവും ഇപ്പുറവുമാണ് ഏറ്റവും കടുപ്പം. ചന്ദ്രന് പക്ഷബലമില്ലാത്ത അവസ്ഥ. ചന്ദ്രന് ആവശ്യം പക്ഷബലമാണ് ഏറ്റവും ആവശ്യം. നീ ഉച്ചത്തിൽ നിന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുകയും അത് കറുത്ത വാവാവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഉപയോഗം, ചന്ദ്രനെ കൊണ്ട് ഉപയോഗമൊന്നുമില്ല. അപ്പോൾ ചന്ദ്രൻ മനസ്തുകിനവു, ചന്ദ്രൻ മനസ്സിന്റെ കാരകനാകുന്നു. ചന്ദ്രന് ബലമുണ്ടെങ്കിൽ
മനസ്സിന് നല്ല സുഖം ലഭിക്കും. ചന്ദ്രന് പക്ഷബലക്കുറവ് വരികയോ പാപയോഗ ദൃഷ്ടികൾ വരികയോ അനിഷ്ടസ്ഥിതി വരികയോ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് അലട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും. ചന്ദ്രന് കറുത്ത ഭാവം, അതിനു മുന്നിലും പിന്നിലുള്ള 5 ദിവസവും തീരെ പക്ഷബലമില്ല എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇത്രയാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി അടുത്ത് ചന്ദ്രനെ കുറിച്ച് പറയുന്നത്, നമ്മൾ സൂര്യനെ കുറിച്ച് പഠിച്ചപ്പോൾ 8ാമത്തെ പ്രമാണം, 2-ൽ 8ാമത്തെ പ്രമാണം പഠിച്ചത് എന്തോന്ന് പഠിച്ചു? 2-ൽ 8ാമത്തെ പ്രമാണം, 2-ൽ 8ാമത്തെ പ്രമാണം എന്തോന്ന് പഠിച്ചത്? സൂര്യനെ കുറിച്ച് ആരെയും ഒന്ന് പറഞ്ഞു നോക്കണം. സൂര്യനെ കുറിച്ച് പഠിച്ച ആ പ്രമാണം ആർക്കും ഓർമ്മയില്ലേ? മധു പിംഗളദൃക് പിത്തപ്രകൃതി സവിതാൽപകജ തനു വൃത്തതനുർ ബഹുവാദ കഫ പ്രാണച്ച ശശി മൃദുവാക്. സുഭദ്രക്ക് സൂര്യനെ കുറിച്ച് പഠിച്ചത് മധു പിംഗളദൃക് ചതുരശ്രതനു പിത്തപ്രകൃതി സവിതാവ് അൽപകജ. ഈ 2 വരിയും സൂര്യനെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത 2 വരി ചന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്. തനു വൃത്തതനു ബഹുവാദകപ പ്രാജ്ഞ മൃദുവാക് സുഭദ്രക്ക്. ഇത്രയും നമുക്കൊന്ന് വിശദീകരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ എന്താണെന്നുള്ളത് ഭംഗിയാ മനസ്സിലാവും. വിശദീകരിച്ച് പഠിക്കുന്നതിന്റെ അർത്ഥം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. തനു വൃത്തതനു ബഹുവാദകപ ശശി പ്രാജ്ഞ ശശി മൃദുവാക് സുഭദ്രക്ക്. അപ്പോൾ തനു, വൃത്തതനു, ബഹുവാദകപ, പ്രാജ്ഞ, മൃദുവാക്, സുഭദ്രക്ക്. പ്രധാനമായിട്ട് 6 കാര്യങ്ങൾ പറയുന്നു. തനു എന്ന് വെച്ചാൽ ശരീരം. അപ്പോൾ ചന്ദ്രന് ശരീരത്തിന്റെ കാരകത്വമുണ്ട്. ചന്ദ്രന് ബലമുണ്ടെങ്കിൽ നല്ല കട്ടിയും കരവും ഒക്കെ ഉണ്ടാവും. ചന്ദ്രൻ തീരെ ബലം കുറഞ്ഞിരുന്നാൽ ശരീരത്തിന് ക്ഷീണവും അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടവരും എന്നർത്ഥം. അതാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ലഗ്നം ഏതായിരുന്നാലും, ലഗ്നത്തിനെ കുറിച്ച് ഒരുപാടൊക്കെ പറയുന്നുണ്ട്. ലഗ്നം എന്ന് കഴിഞ്ഞാൽ നല്ല തടിച്ച ശരീരമായിരിക്കും, അങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ കൂടി നോക്കണം. കാരകൻ, ശരീരത്തിന്റെ കാരകത്വം ചന്ദ്രനാണ്. ചന്ദ്രന് ബലം, ചന്ദ്രൻ തനു എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പൊ ശരീരത്തിന്റെ കാരകത്വം ചന്ദ്രനാണ്, അത് മറക്കരുത്. ചന്ദ്രൻ തനു എന്ന് പറഞ്ഞതുകൊണ്ട് ശരീരത്തിന്റെ കാരകത്വം ചന്ദ്രനാണ്. ശരീരം എന്ന് പറയുന്നത് മാംസവും രക്തവുമാണ് പ്രധാനമായിട്ട് വരുന്നത്. അസ്ഥിയൊക്കെ ഉണ്ട്, അസ്ഥി സൂര്യന് പോവും. മാംസവും രക്തവുമാണ് ശരീരത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. മാംസം 1, രക്തം 1. ഇത് രണ്ടും ശരീരത്തിന്, ശരീരം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ 2 കാര്യവും ഒഴിവാക്കാൻ കഴിയും. അതിലെ ചന്ദ്രനും സൂര്യനുമുണ്ട്. സൂര്യനും രക്തത്തിന്റെ കാരകത്വമുണ്ട്, ചന്ദ്രനുമുണ്ട്. ചന്ദ്രന് ശുഭന്റെ കൂട്ടത്തിലാണ് കണക്കാക്കാറുള്ളത്. ചന്ദ്രന് ബലം കുറഞ്ഞാൽ പാപനായിട്ട് എടുക്കും, എന്നിരുന്നാലും അത് ശുഭനായിട്ടാണ് കണക്കാക്കാറുള്ളത്. സൂര്യനെ പാപൻ. അപ്പോൾ ശുദ്ധരക്തത്തിന്റെ കാരകത്വം ചന്ദ്രനും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂര്യൻ പഠിച്ച അശുദ്ധ രക്തം, കീഴറ, ഹൃദയത്തിന്റെ കീഴറയിൽ വരുന്ന അശുദ്ധ രക്തത്തിന്റെ കാരകത്വം സൂര്യനുമുണ്ട്. അപ്പോൾ തനു എന്ന് നമ്മളിപ്പോ പഠിക്കുന്നത് ഈ ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷനാണ്. തനു, വൃത്തതനു, ബഹുവാദകപ, പ്രാജ്ഞ, മൃദുവ, സുഭദ്ര. ഇതിന്റെ എക്സ്പ്ലനേഷൻ. അല്ല, ആദ്യം തനു. തനു എന്ന് പറയുന്നത് ശരീരം. ശരീരത്തിന്റെ കാരകത്വം ചന്ദ്രനാണ്. ശരീരം എന്ന് പറയുമ്പോൾ രക്തവും മാംസവുമാണ് പ്രധാന കാര്യം. ചന്ദ്രന് ബലമായി നല്ല സ്ഥാനത്ത് നിന്ന് ശരീരപുഷ്ടി ഉണ്ടാകും. ശരീരപുഷ്ടിയുടെ കാരകത്വം ചന്ദ്രനാണ്. രക്തം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ കാലാങ്കാനി വരാങ്കാന മാനന മുരോ ഹൃദ്. ഹൃദ് വെച്ചാൽ ഹൃദയം. ഹൃദയത്തിന്റെ സൂചിപ്പിക്കുന്ന നമ്മൾ കാലപുരുഷന്റെ രാശി മേടം തല, ഇടവം മുഖം, മിഥുനം കയ്യും തോളും. കർക്കടകം സൂചിപ്പിക്കുന്നത് ഏത് ഭാഗം? കാലപുരുഷൻ ഹൃദയം. കർക്കടകം ആരുടെ രാശി? ചന്ദ്രരാശി, ചന്ദ്രന്റെ രാശി. അപ്പോൾ ഹൃദയം എന്ന് പറയുമ്പോൾ അവിടെ ബ്ലഡ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ബ്ലഡ് ആണ്.
രക്തമാണ് ഏറ്റവും പ്രധാനം. ചന്ദ്രന് രക്തത്തിന്റെ കാരകത്വം കൊണ്ട് ചന്ദ്രൻ 4ാമത്തെ രാശിയുടെ ഉടമസ്ഥനാണ്. 4ാമത്തെ രാശി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ കാലാങ്കാനി വരാങ്കാനം എന്ന് പറയുന്ന പ്രമാണത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 4ാമത്തെ രാശി കർക്കടകൻ രാശി ഹൃദയത്തെ സൂചിപ്പിക്കുന്നു. ആ രാശിയാണ് ചന്ദ്രന് കൊടുത്തിട്ടുള്ളത്, ചന്ദ്രന്റെ സ്വക്ഷേത്രം. അപ്പോൾ ചന്ദ്രന് ഹൃദയത്തിന്റെ കാരകത്വം അല്ലെങ്കിൽ രക്തത്തിന്റെ കാരകത്വം ഉള്ളതിന് എന്തെങ്കിലും ഒരു ദോഷമുണ്ടോ, പറയാനുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. കാലപുരുഷന്റെ 4ാം രാശി കർക്കടകം, 4ാം രാശി കൊണ്ട് ഹൃദയത്തെ സൂചിപ്പിക്കാം എന്ന് കാലാങ്കാനി വരാങ്കാനം ആനനമുരോ എന്ന് പറയുന്ന ഓരയിലെ 4ാമത്തെ പ്രമാണം കൊണ്ട് ചിന്തിക്കാം. ഓരയിലെ 1ാമത്തെ ചാപ്റ്റർ 4ാമത്തെ പ്രമാണം പറയുന്നത് കർക്കടകം ഹൃദയത്തെ സൂചിപ്പിക്കുന്നു. ആ ഹൃദയത്തിനെ സൂചിപ്പിക്കുന്ന കർക്കടകം ചന്ദ്രന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രൻ ഹൃദയത്തിന്റെയും രക്തത്തിന്റെയും കാരകത്വം ചന്ദ്രനുണ്ട്. ചന്ദ്രൻ ശുഭനായതുകൊണ്ട് ശുദ്ധരക്തത്തിന്റെ കാരകത്വം ചന്ദ്രന്. ഹൃദയത്തിന്റെ കീഴറയിൽ വരുന്ന അശുദ്ധ രക്തത്തിന്റെ കാരകത്വം പാപനായ സൂര്യനും കൊടുത്തു. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇപ്പോ രക്തത്തിന്റെ കാരകത്വം, ഇത് ജലത്തിന്റെ കാരകത്വം ചന്ദ്രനുണ്ട്. ജലാശയം, ജലത്തിന്റെ കാരകത്വം ചന്ദ്രനാണ്. ശരീരം എന്ന് പറയുമ്പോൾ ബ്ലഡും മാംസവും രക്തവും ശരീരത്തിൽ ഏറ്റവും കൂടുതലാണ് 79% ജലത്തിന്റെ അംശമാണ്. ജലത്തിന്റെ ശരീരപുഷ്ടിക്ക് ജലാംശം ശരീരത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാകണമെന്നാണ്, രക്തവും ജലാംശവും. ജലത്തിന്റെ കാരകത്വം ചന്ദ്രനാണ്. ജലത്തിന്റെ കാരകത്വം പറയുമ്പോൾ നമ്മൾ തുടക്കത്തിലുള്ള ക്ലാസ്സിൽ പ്രസന്നകുമാർ സാർ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. തുടക്കത്തിലുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കും. ഈ വേലിയേറ്റം വേലിയിറക്കം എന്ന് പറയുന്ന പ്രതിഭാസം അറിയാമല്ലോ. വേലിയേറ്റം വേലിയിറക്കം. സമുദ്രത്തിലെ ജലത്തിനെ നിയന്ത്രിക്കുന്നു ചന്ദ്രൻ. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ജലത്തിനെ നിയന്ത്രിക്കാൻ ചന്ദ്രന് കഴിയുമോ, കഴിയൂലേ? നമ്മൾ ചോദിക്കും, ഇത്രയും ദൂരം ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരത്തിലിരിക്കുന്ന ചന്ദ്രൻ എങ്ങനെയാണ് മനുഷ്യന്റെ അത് വെച്ചിട്ട് മനുഷ്യന്റെ ഫലം പറയുന്നത് എങ്ങനെ? അല്ലെങ്കിൽ സൂര്യൻ അങ്ങിരിക്കുന്നു, സൂര്യൻ വെച്ചിട്ട് മനുഷ്യന്റെ ഫലം പറയുന്നത് എങ്ങനെ? ചൊവ്വ വെച്ചിട്ട് എങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയേണ്ട കേസാണ്. ഈ ചന്ദ്രൻ എങ്ങനെയാണ് സമുദ്രത്തിലെ ജലത്തിനെ നിയന്ത്രിക്കുന്നത്? അപ്പോൾ ആ നിയന്ത്രണം, അതുകൊണ്ടാണ് ചന്ദ്രനെ നോക്കിക്കൊള്ളണം. കാലപുരുഷന്റെ 4ാം രാശി ഹൃദയത്തെ സൂചിപ്പിക്കുന്നു. ആ ഹൃദയത്തിന്റെ കാരകത്വത്തിന് ചന്ദ്രൻ കൊടുക്കുന്നു. ചന്ദ്രനാണ് 4ാമത്തെ രാശി കൊടുക്കുന്നത്. ശരീരപുഷ്ടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പ്രധാനമായിട്ട് രക്തവും മാംസവുമാണ്. രക്തത്തിന്റെ കാരകത്വം ചന്ദ്രന് ബലമുണ്ടെങ്കിൽ ശരീരപുഷ്ടി ഉണ്ടാകും എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് അപ്പോൾ തനു ശരീരത്തിന്റെ കാരകത്വമുണ്ട്. ഇനി ശരീരം ചന്ദ്രന്റെ രാശിയിൽ ജനിക്കുന്നവര്, അല്ലെങ്കിൽ ചന്ദ്രൻ ലഗ്നത്തിലോ അതിന്റെ കേന്ദ്രത്തിലോ ബലമായിട്ട് നിൽക്കുന്ന ജാതകങ്ങൾ, ചന്ദ്രന്റെ സോഴ്സ് ഉണ്ടാവണം. ജാതകം പരിശോധിച്ച് നോക്കുമ്പോൾ ചന്ദ്രന്റെ ഒരു സോഴ്സ് ആ ജാതകത്തിന് അല്ലെങ്കിൽ പ്രശ്നത്തിന് ഉണ്ടെങ്കിൽ വൃത്തതനു എന്ന് പറഞ്ഞാൽ ഉരുണ്ട ശരീരം എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഉരുണ്ട ശരീരം എന്ന് വെച്ചാൽ കൈയും കാലും മുഖവും ഒക്കെ നല്ല വൃത്താകൃതിയിൽ ഉരുണ്ട് കാണുന്ന ശരീരം. നമ്മുടെ ആളിനെ കാണുമ്പോൾ അറിയാം, ഉരുണ്ട ശരീരമുള്ള ആൾക്കാർ നല്ല ഗുണ്ടെന്ന് പറയുന്നത്, നമ്മൾ ഗുണ്ടെന്നൊക്കെ പറയുമല്ലോ, ഗുണ്ട് പോലെ ഇരിക്കുന്നു. ഉരുണ്ട ശരീരം, കയ്യും കാലും മുഖവും നെഞ്ചും ഒക്കെ ഉരുണ്ട പ്രകൃതമുള്ള ശരീരപ്രകൃതമാറ്റി. കർക്കടക ലഗ്നക്കാർ അങ്ങനെ ഇരിക്കും. കർക്കടക ലഗ്നവും ചന്ദ്രൻ കർക്കടകത്തിൽ നിൽക്കുകയും, അല്ലെങ്കിൽ കർക്കടക ലഗ്നം അല്ലെങ്കിൽ ബലവാനായ ചന്ദ്രൻ കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഉരുണ്ട ശരീരം, ഉരുണ്ട കൈകാലുകൾ, ഉരുണ്ട മുഖവും ഉള്ളവരായിരിക്കും. വൃത്തതനു. വട്ടമുഖം നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വട്ടമുഖം എന്ന് പറയാം. വട്ടമുഖം എന്ന് പറയാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വട്ടമുഖം ഉള്ള വ്യക്തികളായിരിക്കും. അല്ലെങ്കിൽ ഉരുണ്ട ശരീരം, ഉരുണ്ട കൈകാലുകൾ, ഉരുണ്ട ഉള്ള ആ ഒരു പ്രകൃതമായിരിക്കും. ഈ ഉരുണ്ട ശരീരം എന്ന് പറയുമ്പോൾ വലിയ പൊക്കം വരാൻ ചാൻസ് ഇല്ല. നമ്മൾ ഉരുണ്ട ശരീരമുള്ള ആൾക്കാർക്ക് വലിയ പൊക്കം ഉണ്ടാവില്ല, സാധാരണയായിട്ട് അങ്ങനെ വരൂ. അതാണ് തനു, വൃത്തതനു.
അടുത്ത് ബഹുവാദ കഫ, വാദവും കഫം. വാദം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ചിന്തിക്കേണ്ടത് വാദവും കഫവും പിത്തവും. പിത്തം എന്ന് വെച്ചാൽ ചൂടിന്റെ ലക്ഷണം. ശരീരം ഹീറ്റായിരിക്കും. സൂര്യന്റെ രാശിയിലൊക്കെ ജനിക്കുന്നവർ സൂര്യൻ പിത്തപ്രകൃതമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഭയങ്കര ഹീറ്റായിരിക്കും, ശരീരമൊക്കെ ഉഷ്ണമായിരിക്കും. സൂര്യന്റെ രാശിയിലൊക്കെ ജനിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ, അല്ലെങ്കിൽ ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുന്ന ആൾക്കാർ ഫാനിട്ടോണ്ടേ കിടക്കൂല, അല്ല കിടക്കുമ്പോൾ ഭയങ്കര ഹീറ്റായിരിക്കും. ശരീരവും മെലിയാനും ചാൻസ് വരും. ചന്ദ്രൻ അതല്ല, ബഹുവാദ കഫ. ബഹുവാദ കഫ, ബഹുവാദ കഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദം കൊണ്ട് വാദം കഫം. ശരീരത്തിന് നമുക്ക് ബഹുവാദ കഫ എന്ന് പറയുമ്പോൾ ഇവിടെ കഫത്തിനാണ് ചാൻസ് കൂടുതൽ വരുന്നത്. വാദത്തിന് കഫത്തിന് വാദത്തിന് ചാൻസ് വളരെ കുറവാണ്. ചന്ദ്രനെ സംബന്ധിച്ച് കൂടുതൽ എടുക്കാറുള്ളത് മറ്റു ബുക്കുകളിലൊക്കെ പറയുന്നത് കഫം. കഫപ്രകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലാംശത്തിനാണ് ഉദ്ദേശിക്കുന്നത്. ജലാംശം വരുമ്പോൾ, കഫപ്രകൃതവും ജലാംശവും വരുമ്പോൾ തടിച്ച ശരീരമായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞതിന് ഒന്നുകൂടി നമ്മൾ അടിവരയിടേണ്ടി വരുന്നു. വൃത്തതനു എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞത് എന്തോന്ന്? ഉരുണ്ട ശരീരം, നല്ല വണ്ണമുള്ള ഉരുണ്ട കൈകാലുകളും മുഖവും, വട്ടമുഖവും, കൈകാലുകൾ ഉരുണ്ടതും, ശരീരം നെഞ്ച് മാറിടൊക്കെ ഉരുണ്ട ശരീരവും. ഇപ്പൊ പറയുന്നത് ബഹുവാദ കഫ. കഫം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ശരീര പുഷ്ടിയെ സൂചിപ്പിക്കുന്നു. ശരീരത്തിന് നല്ല മാംസപേശികളൊക്കെ, നല്ല തടിച്ച മാംസപേശികളൊക്കെ ഉള്ള ശരീരപ്രകൃതമാണ് കഫം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ കഫത്തിന്റെ അസുഖവും ഉണ്ടാവും. ഈ കൊച്ചിലെ കുട്ടികളൊക്കെ ഇരിക്കുന്ന സമയത്ത് കഫം കൊണ്ടുള്ള പ്രശ്നവും വരും. കഫം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫപ്രകൃതം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കഫത്തിന്റെ അസുഖം വരും എന്നുള്ളതല്ല. അത് വേറെ വിഷയം. അസുഖം വരുന്ന സമയത്ത് കഫത്തിന്റെ അസുഖങ്ങളൊക്കെ ഉണ്ടാകും. കഫം കൊണ്ടുള്ള ന്യൂമോണിയ, അത് ഇങ്ങനെയൊക്കെ വരാനൊക്കെ ചാൻസ് കൂടും. പക്ഷെ ശരീരം നല്ല കട്ടിയുള്ള ശരീരമായിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ തനു, വൃത്തതനു, ബഹുവാദ കഫ. ഇനി അടുത്ത് പറയുന്നത് പ്രാജ്ഞ. അത് നല്ലൊരു വാക്കാണ്. പ്രാജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികാലജ്ഞാനി. സാധാരണയായിട്ട് ചന്ദ്രനെ കുറിച്ച് കർക്കടകൻ രാശി പറയുമ്പോൾ, ഇനി ഇത് കഴിഞ്ഞിട്ട് കർക്കടകൻ രാശി പഠിക്കുമ്പോൾ ഇതിന്റെ ബാക്കി അതിൽ വരും. ആവക്ര ദ്രുതക സമുന്നതകടി ദൈവജ്ഞ എന്ന് പറയും. ദൈവജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കർക്കടകൻ രാശിയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന് ദൈവജ്ഞ എന്നൊരു വാക്ക് വരും. ദൈവജ്ഞ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജ്യോതിഷം, ജ്യോതിഷി, ജ്യോത്സ്യൻ എന്നർത്ഥം. ഇവിടെ അതിന് പകരം മറ്റൊരു വാക്ക്, ഇത് കോരയുടെ പ്രത്യേകതയാണ്. കോര പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. വളരെ വിശേഷമായിട്ട് വാക്കുകളെ മാറ്റി 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 കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അതൊരു പ്രത്യേകത. ഇവിടെ പ്രാജ്ഞ എന്ന് പറഞ്ഞു. പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ ത്രികാലജ്ഞാനി, വർത്തമാനം, ഭൂതം, ഭാവിയെക്കുറിച്ച് നല്ല ധാരണയുള്ള വ്യക്തി. അങ്ങനെ വർത്തമാനം, ഭാവി, ഭൂതത്തിനെ കുറിച്ച് പറയുന്നത് ആര്? ആരാണ് പറയുന്നത്? ജ്യോത്സ്യൻ. അപ്പോൾ നോക്കിക്കൊള്ളു, വാക്കിനെ എടുത്ത് മാറ്റിക്കുന്നതിന് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ ചോദിക്കാം, ഈ കർക്കടകൻ രാശിയിൽ ജനിക്കുന്നു അല്ലെങ്കിൽ കർക്കടക ലഗ്നത്തിൽ ജനിക്കുന്നവരൊക്കെ ജ്യോത്സ്യന്മാരാവും. ആ സ്വഭാവം ഉണ്ടായാൽ മതി, ആ ക്വാളിറ്റി ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാല ചരിത്രങ്ങളും പഴയ സംഭവങ്ങളും പഴയ ചരിത്രപരമായ കാര്യവും കുടുംബത്തിലുള്ള കാര്യവും എല്ലാം ഓർമ്മിച്ചെടുത്ത്, സമയവും കാര്യവും ഓർമ്മിച്ചെടുത്ത് പറയുന്ന, അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന ക്യാരക്ടർ ആയിരുന്നാൽ മതി. ചില ആൾക്കാർ കേട്ടില്ലേ, നമ്മുടെ പഴയ കാരണവന്മാരൊക്കെ, അത് ഇന്ന ദിവസമാണ് അവനെ പ്രസവിച്ചത്, അവൻ ഇന്ന ദിവസം അവന് അസുഖം ഉണ്ടായി, ഇന്ന ദിവസം ആശുപത്രിയിൽ പോയി, ആ സംഭവങ്ങൾ, അത് ഇത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, പൊളിറ്റിക്കൽ സംഭവങ്ങൾ എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആലോചിക്കും നല്ല മെമ്മറിയാണല്ലോ എന്ന് നമ്മൾ അതിശയിച്ചു പോകും. ആൾക്കാരെ പേര് ഒന്നും മറക്കൂല, അവർ ജനിച്ച സ്ഥലം. ഇങ്ങനെയുള്ള ത്രികാലജ്ഞാനി എന്ന് പറഞ്ഞാൽ വർത്തമാനം, ഭാവി, ഭൂതകാല സംഭവങ്ങൾ, ഭൂതകാല സംഭവങ്ങളും വർത്തമാനത്തിൽ നടക്കാൻ ഉള്ള സംഭവങ്ങളും ഭൂതകാലത്തിൽ നടക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള വ്യക്തിയായിരുന്നാലും മതി. ഒന്നും വേണ്ട, ചരിത്രത്തിൽ MAയോ PhDയോ ഉണ്ടായിരുന്നാലും മതി. ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. കർക്കടക ലഗ്നത്തിൽ ഒരു കുട്ടി വരികയും ചന്ദ്രൻ അതിന്റെ കേന്ദ്രത്തിൽ നിൽക്കുകയും ചെയ്തു. 23-24 വയസ്സായി. ഇപ്പൊ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഹിസ്റ്ററി ആണോ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. അത് നമ്മളെ കൈവിട്ട് പോണ കേസാണ്. ഇത് എവിടെ ഒരിടത്തും പറയുന്നില്ല, ഒരു സ്ഥലത്തും പറയുന്നില്ല. ഈ ഒറ്റ വാക്ക് വെച്ചുകൊണ്ട് അടിച്ചു. വർത്തമാനം, ഭൂതം, ഭാവിയെ കുറിച്ച്
നല്ല അറിവും കാര്യമാണെങ്കിൽ ഹിസ്റ്ററി ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ചോദിക്കും. ഹിസ്റ്ററി ആണോ സബ്ജക്റ്റ് എന്ന് ചോദിച്ചു. അതേണോ? അതങ്ങനെ അത് എല്ലാവരും ഉപയോഗിക്കണമെന്നല്ല പറഞ്ഞത്. അതങ്ങനെ വീഴുന്ന് കിട്ടിയ ഒരു അവസരം. പിന്നെ നമ്മൾ വേറെ ഒന്നും അവിടെ പറയേണ്ട ആവശ്യമില്ല. സബ്ജക്റ്റിനെ പറഞ്ഞു കൊടുക്കും. ഹിസ്റ്ററിയൊക്കെ റയർ സബ്ജക്റ്റ്. നമ്മൾ ചോദിക്കുമ്പോൾ സാധാരണ MBBS ആണോ, എഞ്ചിനീയറിംഗ് ആണോ, അല്ലെങ്കിൽ ഫിസിക്സ് ആണോ, MBA ആണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. ഇത് ഇങ്ങനെയൊക്കെ ഹിസ്റ്ററിയൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് റയറായിട്ടുള്ള ആൾക്കാരെ എടുക്കൂ. അങ്ങനെ വരാം. ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ എന്തോന്ന്, പ്രാജ്ഞ, ബുദ്ധി, പ്രതിഭ, ഓർമ്മശക്തി എന്നീ വിശേഷണങ്ങളും ബുദ്ധി, പ്രതിഭ, ഓർമ്മശക്തി എന്നീ വിശേഷണങ്ങളോട് കൂടിയുള്ള വ്യക്തിയായിരിക്കും. പഴയ കാര്യങ്ങൾ, ആഴ്ചകളും തീയതിയും ഉൾപ്പെടെയുള്ള പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചു വെക്കുക, പഴയ കാര്യങ്ങളിൽ നല്ല ധാരണ ഉണ്ടായിരിക്കുക, നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നല്ല ഒരു ധാരണ ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തി എന്നേ ഉള്ളൂ പ്രാജ്ഞ. ഇനി മൃദുവാക്ക്, നല്ല മൃദുവായ വാക്കുകളായിട്ട് ഉപയോഗിക്കുന്നത്. ആരെയും കുത്തി നോവിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കില്ല. മൃദുവാക്ക്. അപ്പോൾ ചന്ദ്രന് വാക്കിന്റെ കാരകത്വമുണ്ട്. അത് മൃദുവായ വാക്ക്. ചന്ദ്രന് വാക്കിന്റെ കാരകത്വം ഉണ്ടെന്ന് വെച്ചാൽ എങ്ങനെയാണ്? വാക്കിന്റെ കാരകത്വം ബുധനാണ്. ബുധനാണ് വേറെ സാധനമാണ്, ഇതല്ല. ബുധൻ നമ്മൾ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ സ്വഭാവങ്ങളെല്ലാം ഉള്ള ഒരു ഇതാണ്. ചന്ദ്രന് വാക്കിന്റെ കാരകത്വമുണ്ട്. അത് മൃദുവാക്ക്. ചന്ദ്രൻ രണ്ടിൽ കൂടി നിന്ന് കൊടുത്താൽ നല്ല മൃദുവായ വാക്കുകൾ ഉപയോഗിക്കും. വ്യാഴത്തിനും ഉണ്ട്. വ്യാഴൻ രണ്ടിൽ നിന്നാൽ മൃദുവാക്കാണ്, നല്ല വാക്കാണ്, നല്ല വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. വ്യാഴവും രണ്ടിൽ നിന്നാൽ നല്ല സുഖത്വമുള്ള വാക്കുകൾ ഉപയോഗിക്കും. അപ്പോൾ കാരകത്വം എന്ന് പറയുന്നത് എല്ലാ ഗ്രഹത്തിനും എല്ലാ കാരകത്വവും ഉണ്ട്. അത് എവിടെ നിന്നാലുണ്ട് എന്ന് കൂടി പഠിക്കുമ്പോഴേ പൂർണ്ണമാവുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വ്യാഴത്തിനും പറയുന്നുണ്ട് പണ്ഡിത, മൃദുവാക്ക് എന്ന് പറയുന്നുണ്ട്. ചന്ദ്രൻ, വ്യാഴൻ രണ്ടിൽ നിന്നാലും മൃദുവാക്കാണ്, നല്ല വാക്കാണ്, ശുഭത്വമുള്ള വാക്കാണ്. ചന്ദ്രന്റെ മൃദുവാക്ക്. ശുഭദൃക്ക്. ശുഭദൃക്ക് എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള കണ്ണുകൾ. കണ്ണിന് നല്ല ഭംഗി ഉണ്ടാവും. കണ്ണിന് ഭംഗി മാത്രമല്ല, ദൃക്ക്, അതിന് വേറെയും ഇന്റർപ്രിട്ടേഷൻ നടത്താം. ശുഭദൃക്ക് എന്ന് പറയുമ്പോൾ നല്ല കാഴ്ചപ്പാടെന്നും പറയാം. ഇത്രയും വെച്ചിട്ട് നമ്മൾ പറയുന്നത് ചന്ദ്രന്റെ രാശിയിൽ ജനിക്കുന്നവര് അല്ലെങ്കിൽ ചന്ദ്രൻ ലഗ്നത്തിലൊക്കെ നിൽക്കുന്നവർ ഒരു കുഴപ്പക്കാരുമല്ല എന്നാണ് വരുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് ദോഷമായിട്ട് എടുക്കാനുണ്ടോ? ആദ്യം തനു, വൃത്തതനു, ബഹുവാദകപ, പ്രാജ്ഞ, മൃദുവാ, ശുഭദൃക്ക്. പ്രാജ്ഞൻ, ത്രികാലജ്ഞാനി. പഴയകാല ഘട്ടത്തുള്ള ആഴ്ചകളും തീയതികളും നല്ല ഓർമ്മിച്ചു വെക്കുക, നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ല ഒരു ധാരണ ഉണ്ടാവുക, നല്ല ഓർമ്മശക്തി, പ്രതിഭ, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെയാണ്. മൃദുവാക്ക്, നല്ല മൃദുവായ വാക്ക്. മൃദുവാക്ക് തന്നെ നല്ല സ്വഭാവം. നമ്മൾ കുഴപ്പമുണ്ടാക്കുന്ന അത്രയും നമ്മളെ വായും നാക്കുമാണ് കുഴപ്പമുണ്ടാക്കുക. മൃദുവാക്ക് വന്നു കഴിഞ്ഞാൽ നല്ലത്. ശുഭദൃക്ക്, നല്ല നോട്ടവും നല്ല കാഴ്ചപ്പാടും നല്ല ഉള്ള ഒരു വ്യക്തിയായിരിക്കും എന്നാണ്. ഇതാണ് ആ ശ്ലോകം. തനു, വൃത്തതനു, ബഹുവാദകപ, പ്രാജ്ഞ, ശശി, മൃദുവാക്ക്, ശുഭദൃക്. ഇത്രയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി അടുത്ത ഇതിൽ നിന്ന് കിട്ടുന്ന വേറെ ചില കാര്യങ്ങൾ. ഈ ചന്ദ്രന് ജലത്തിന്റെ കാരകത്വം ഉള്ളത് കൊണ്ട് കിണറിന്റെ കാരകത്വം ചന്ദ്രന് പറയാറുണ്ട്. കിണർ ജലമൊക്കെ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കും. ശുക്രനും എടുക്കാറുണ്ട്. ശുക്രനും കിണറ്റ് ജലം, ശുക്രനാണ് കൂടുതലും വരുന്നത്. ചന്ദ്രൻ ജലഗ്രഹമാണ്. ചന്ദ്രനും ശുക്രനും ജലഗ്രഹങ്ങളാണ്. കിണറിലെ ജലമൊക്കെ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കും. പിന്നെ ആഹാരത്തിന്റെ കാരകത്വം ചന്ദ്രനാണ്. അതറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കൊള്ളുക. ചന്ദ്രന് നീചം ഭവിക്കുക അല്ലെങ്കിൽ ചന്ദ്രൻ ക്ഷീണനായി വളരെ മോശപ്പെട്ട സ്ഥലത്തൊക്കെ നിൽക്കുന്നവര് ആഹാര സംബന്ധമായ ബുദ്ധിമുട്ട് ഉണ്ടായേ പറ്റൂ. ഒന്നുകിൽ സമയത്തിന് കഴിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ എനിക്ക് വേണ്ട, തള്ളിയിട്ട് കഴിച്ചു പോവുക, ഒരു താല്പര്യമില്ലാതെ വരിക. എന്ത് കിട്ടിയിരുന്നാലും അതിനൊരു താല്പര്യമില്ല. ആഹാര സംബന്ധമായ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവും. ചന്ദ്രൻ ബലവാനായിട്ട് നിന്നു നോക്കിട്ട് നല്ല ഭക്ഷണം നല്ല ഭക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും. ആഹാരത്തിനൊക്കെ നല്ല ഒരു കുറവും വരില്ല. അവരെ കൂടി പോയാലും പോകുന്നവർക്ക് കിട്ടും. ആഹാരത്തിന്റെ കാരകത്വം ചന്ദ്രനുണ്ട്. ചന്ദ്രനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊള്ളു.
ഇതൊക്കെ വച്ചിട്ടാണ് ഫലം പറയേണ്ടത്. ഒരു ചന്ദ്രൻ നല്ല ബലവാനായിട്ട് നിൽക്കുകയാണ്, നല്ല ഭാവത്തിൽ നിൽക്കുകയാണ്, നല്ല ഭാവത്തിൽ 8-ലോ അല്ലെങ്കിൽ 9-ലോ 10-ലോ 11-ലോ 2-ലോ 4-ലോ 5-ലോ 7-ലോ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണ്. ചന്ദ്രന് ബലമുണ്ടെങ്കിൽ ആഹാര സംബന്ധമായ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ആഹാരമൊക്കെ നന്നായിട്ട് കഴിക്കാനും അതിനൊന്നും ഇല്ല എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അതേസമയം ചന്ദ്രന് ബലമില്ല എന്നൊന്നും നോക്കിയിട്ട് ആഹാര സംബന്ധമായ ബുദ്ധിമുട്ട് ശക്തമായിട്ട് വരും. അതെനിക്ക് ഭംഗിയായിട്ട് അറിയാം. എന്റെ ജാതകത്തിൽ ചന്ദ്രന് ബലമില്ല, ആഹാര സംബന്ധമായ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ട്. ഉണ്ടെങ്കിലും കഴിക്കാൻ തോന്നുന്നില്ല, അല്പം കഴിയിട്ടെന്ന് തോന്നുന്നു. ശരീരപുഷ്ടി ആദ്യം പറഞ്ഞു. ശരീരപുഷ്ടിയുടെ കാരകത്വം വരുന്നത് ആഹാരത്തിന് കാരകത്വമുണ്ട്, അതുമായിട്ട് ബന്ധമുണ്ട്. ഇനി ഈ ചന്ദ്രന് ശനിയുടെയോ ചൊവ്വയുടെയോ യോഗമുണ്ടായാൽ, ചന്ദ്രന് ശനിയുടെയോ ചൊവ്വയുടെയോ യോഗ ദൃഷ്ടിയിൽ വന്നാൽ ലഹരിക്കടിമയാകാൻ ഇടവരും. കൂടസ്ത്രീ ആസവ കുംഭവണ്യം അശിവം മാതൃസവക്ര ശശി എന്ന് പറയുന്നുണ്ട് ദ്വിഗ്രഹ യോഗത്തില്. ചന്ദ്രന് ചൊവ്വയുടെ യോഗം വന്നാൽ അമ്മയ്ക്ക് നല്ലതല്ല, മദ്യത്തിന് അടിമയാകും എന്നാണ് അതിന്റെ അർത്ഥം. ചന്ദ്രന് ചൊവ്വയുടെയോ ശനിയുടെയോ യോഗ ദൃഷ്ടികൾ വന്നാൽ മദ്യത്തിന് അടിമയാകാൻ ഇടവരും. ഇതുകൊണ്ട് മാത്രം പറയാൻ പറ്റില്ല ഒരു ജാതകത്തിലെ ചന്ദ്രനും ചൊവ്വയും കൂടി ഒരുമിച്ച് നിൽക്കുന്നു, യോ വെള്ളം അടിക്കാറായി എന്നൊന്നും ചാടിക്കാർ പറഞ്ഞാലരുത്. അതിന് വേറെയും ഒരു ക്ലോസ് ആണ്. ചന്ദ്രന് ചൊവ്വയുടെയോ ശനിയുടെയോ യോഗ ദൃഷ്ടികൾ വന്നാൽ ലഹരിക്കടിമയാകാൻ ഇടവരും. അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ചന്ദ്രൻ നമ്മൾ ഈ നഷ്ടവസ്തുക്കൾ എന്ന് പറയും. ഒരു വസ്തു, അതായത് നഷ്ടപ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചില സാധനങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ചന്ദ്രനെ കൊണ്ടാണ് പറയേണ്ടി വരുന്നെങ്കിൽ ചന്ദ്രന്റെ രാശി കിട്ടുക, ചന്ദ്രൻ ലഗ്നത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ജലപ്രദേശത്തിൽ അത് കിടക്കണു എന്ന് പറയാം. കിണറ്റിന്റെ അടുത്തോ വെള്ളമൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്തോ കിടക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ പ്രശ്നത്തിൽ തന്നെയാണ്. അതൊക്കെ ഇന്നത്തെ കാലത്ത് അതിന് വലിയ പ്രാധാന്യം ഇല്ല. നഷ്ടപ്രശ്നമൊന്നും ആരും കൈകാര്യം ചെയ്യൂല, ചെയ്യുന്നത് നല്ലതല്ല. നഷ്ടവസ്തുക്കളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നല്ലതല്ല. ഇനി ചന്ദ്രന്റെ അസുഖങ്ങൾ പ്രധാനമായിട്ട് അപസ്മാരം, വാദം, ഇതൊക്കെ ചന്ദ്രനെ കുറിച്ചിരിക്കും. അപസ്മാരം, വാദം, ആത്മ, ജലസംബന്ധമായ രോഗങ്ങൾ, ഹാർട്ട് ഡിസീസ്, ബ്രസ്റ്റിന് ഡിസോർഡർ, ഇതെല്ലാം ചിന്തിക്കാം. അപ്പോൾ ഇത്രയും ഒന്ന് എഴുതാം, എഴുതിയിട്ട് അടുത്ത് നോക്കാം. ഒന്ന് ഭംഗിയായിട്ട് എഴുതണം. എഴുതുമ്പോൾ ക്ലിയർ ആവും. എഴുതുമ്പോൾ നമുക്ക് ചർച്ച ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കാം. ചന്ദ്രൻ മനസ്തുകിനഗു, മനസ്തുകിനഗു. സൈഡില് മാർജിനില് ഓര 2-1 ഫസ്റ്റ് ലൈൻ എന്നിട്ടുണ്ട്. 2-1 ഫസ്റ്റ് ലൈൻ. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. ചന്ദ്രന് ബലമുണ്ടായി നല്ല ഭാവങ്ങളിൽ നിന്നാൽ, ചന്ദ്രന് ബലമുണ്ടായി നല്ല ഭാവങ്ങളിൽ നിന്നാൽ മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കും. മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കും. സന്തോഷവും സമാധാനവും ലഭിക്കും. ചന്ദ്രന് ബലമില്ലാതെ വന്നാൽ മനസമാധാനക്കുറവും മാനസിക രോഗങ്ങളും ഉണ്ടാകാൻ ഇടവരും. മനസമാധാനക്കുറവും മാനസിക രോഗങ്ങൾ ഉണ്ടാകാനും ഇടവരും.
അടുത്ത ലൈനിൽ ചന്ദ്രന്റെ ബലം കണക്കാക്കുന്നത് പ്രധാനമായും പക്ഷബലമാണ്. ചന്ദ്രന്റെ ബലം കണക്കാക്കുന്നത് പ്രധാനമായും പക്ഷബലമാണ്. പക്ഷബലമാണ്. കറുത്ത വാവിന് മുൻപും പിൻപും വരുന്ന കറുത്ത വാവും അതിന് മുന്നിലും പിന്നിലും 5 ദിവസം വീതം വരുന്ന 10 ദിവസം ചന്ദ്രന് തീരെ ബലമില്ല എന്ന് കണക്കാക്കുന്നു. കറുത്ത വാവും അതിൻ്റെ മുന്നിലെ 5 ദിവസവും പിന്നിലെ 5 ദിവസവും ഒരു 10-11 ദിവസം വരും. ചന്ദ്രന് പക്ഷബലം തീരെ കുറവാണ്. ചന്ദ്രന് പക്ഷബലം തീരെ കുറവാണ്. അതുപോലെ ചന്ദ്രന് പാപയോഗ ദൃഷ്ടികൾ ഉണ്ടെങ്കിലും ദോഷമാണ്. അതുപോലെ ചന്ദ്രന് പാപയോഗ ദൃഷ്ടികൾ ഉണ്ടെങ്കിലും ദോഷമാണ്. പാപയോഗ ദൃഷ്ടി പാപയോഗം പാപന്റെ ഒപ്പം നിൽക്കുകയും ദൃഷ്ടി പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയും എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതെ അതെ, പാപഗ്രഹത്തിന്റെ ദൃഷ്ടിയും നിൽക്കുന്നതും ഒരേ കണക്ക് തന്നെയാണ്. ശനിയുടെയോ ചൊവ്വയുടെയോ ഒക്കെ ദൃഷ്ടി വരിക, പ്രധാനമായിട്ടും രാഹുവിന്റെ യോഗമൊന്നും വരികരുത്. രാഹു കേതുക്കളുടെ യോഗം വരികയും ചെയ്യരുത്. നമുക്ക് രണ്ടാമത് പഠിക്കാം. ദൃഷ്ടിയും യോഗവും ഒരേ ഫലമാണോ സാർ? അപ്പോൾ ഒരേ ഫലമാണോ ചില സ്ഥലങ്ങളിൽ വ്യത്യാസം വരും. നമ്മൾ രണ്ടും ഒരുപോലെയാണ് എടുക്കുന്നത്. ചില സ്ഥലത്തിൽ വ്യത്യാസപ്പെടുത്തി പറയാറുണ്ട്. ഇപ്പൊ ചന്ദ്രനെ കുറിച്ച് പഠിക്കുമ്പോൾ സുതമത നവമ ലഗ്ന അന്ത്യരന്ധ്രേഷു അശുഭ യുതോ മരണായ ശീതരശ്മിജ എന്ന് എടുത്തു പറയുന്നുണ്ട്. അതങ്ങനെ വ്യത്യാസം വരുന്ന സ്ഥലത്ത് എടുത്തു പറയും. ശീതരശ്മി യോഗത്തിൽ വരുന്ന ഇന്ന് തന്നെ പഠിക്കാം, കഴിയുമെങ്കിൽ ഇന്ന് തന്നെ പഠിക്കാം. ശീതരശ്മി യോഗം വരുമ്പോൾ ചന്ദ്രൻ ലഗ്നത്തിലോ 5, 7, 9 8 12 നിൽക്കുകയും അവിടെ പാപഗ്രഹം നിൽക്കുകയും ചെയ്യണം എന്നാണ്. ദൃഷ്ടിയെ കുറിച്ച് പറയുന്നില്ല. അങ്ങനെയെങ്കിൽ എടുത്ത് പറയും. ഇപ്പൊ നമ്മൾ സാധാരണ കണക്കാക്കുമ്പോൾ യോഗവും ദൃഷ്ടിയും ഒരുപോലെ തന്നെ എടുക്കും. യോഗം പോലെ തന്നെ ദൃഷ്ടി. ചന്ദ്രന് പാപഗ്രഹ യോഗ ദൃഷ്ടികൾ വന്നാലും വരുന്നതും നല്ലതല്ല. അടുത്തത്, ചന്ദ്രൻ മാതൃകാരകനാണ്. ചന്ദ്രൻ, അത് ഞാൻ പറഞ്ഞോന്നറിയില്ല, ചന്ദ്രൻ മാതൃകാരകനാണ്. മാതാവിന്റെ കാരകത്വം ചന്ദ്രൻ. അത് സൂര്യൻ ജീവൻ, ചന്ദ്രൻ മനസ്സ്. സൂര്യൻ അച്ഛൻ, ചന്ദ്രൻ അമ്മ. സൂര്യൻ ശിവൻ, ചന്ദ്രൻ പാർവതി. സൂര്യൻ രാജാവ്, ചന്ദ്രൻ രാജ്ഞി. പ്രധാന സ്ഥാനങ്ങളെല്ലാം ഈ ഒരു കരസ്ഥമാക്കി. സമൂഹത്തിൽ ഏറ്റവും വലിയ സ്ഥാനം രാജാവും രാജ്ഞിയും. ബന്ധത്തിൽ ഏറ്റവും വലുത് അമ്മയും അച്ഛനും. ദേവന്മാരിൽ ശിവനും പാർവതി. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവനും മനസ്സും എല്ലാം അവർ കരസ്ഥമാക്കിയിട്ട് രണ്ടുപേരും കൂടെ. അതുകൊണ്ടാണ് സൂര്യചന്ദ്രന്മാർക്ക് ബലമില്ലെങ്കിൽ ജാതകത്തിന് മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കുന്നതിന്റെ കാര്യം അതാണ്. ഇതൊക്കെ നമുക്ക് എഴുതാം. ചന്ദ്രൻ മാതാവിന്റെ കാരകത്വം ചന്ദ്രനാണ്. അടുത്തത് തനു, വൃത്തതനു. ശ്ലോകമാണ് ഇത്. ശ്ലോകമൊക്കെ കാണാൻ പഠിക്കണം, പഠിച്ചാൽ നല്ലതാണ്. തനു, വൃത്തതനു, ബഹുവാദ കഫ,
തനു വൃത്തതനു ബഹുവാദകപ പ്രാജ്ഞ, അടുത്ത ലൈനിൽ പ്രാജ്ഞ ശശി മൃദുവാക് ശുഭദൃക്. മൃദുവാക് കായില് ചന്ദ്രകല. മൃദുവാക് ശുഭദൃക്. തനു വൃത്തതനു ബഹുവാദകപ പ്രാജ്ഞ ശശി മൃദുവാക് ശുഭദൃക്. ആദ്യം എഴുതിക്കൊള്ളു, വേറെ എഴുതിക്കൊള്ളു. തനു എന്ന് പറയുന്നത് കൊണ്ട് ശരീരത്തിന്റെ കാരകത്വം ചന്ദ്രന് എന്നർത്ഥം. തനു എന്ന് പറയുന്നത് കൊണ്ട് ശരീരത്തിന്റെ കാരകത്വം ചന്ദ്രന് എന്നർത്ഥം. ശരീരം എന്നത് എഴുതിയോ? ശരീരം എന്നത് രക്തവും മാംസവുമാണ്. ചന്ദ്രൻ ശുഭഗ്രഹമായതുകൊണ്ട് ശുദ്ധരക്തത്തിന്റെ കാരകത്വം അത്രയും ചന്ദ്രനാണ്. ശുദ്ധരക്തത്തിന്റെ കാരകത്വം അത്രയും ചന്ദ്രനാണ്. കൂടാതെ കാലപുരുഷന്റെ 4-ാം രാശി കർക്കടകം. കാലപുരുഷന്റെ 4-ാം രാശി കർക്കടകം. കർക്കടകം ശരീരത്തിലെ ഹൃദയത്തെ സൂചിപ്പിക്കുന്നു. കർക്കടകം ശരീരത്തിലെ ഹൃദയത്തെ സൂചിപ്പിക്കുന്നു. ശരീരത്തിലെ ഹൃദയത്തെ സൂചിപ്പിക്കുന്നു. കർക്കടകം ചന്ദ്രന്റെ രാശിയാണ്. കർക്കടകം ചന്ദ്രന്റെ രാശിയാണ്. അതുകൊണ്ട് ഹൃദയത്തിന്റെ കാരകത്വം ചന്ദ്രന് ലഭിച്ചു. അതുകൊണ്ട് ഹൃദയത്തിന്റെ കാരകത്വം ചന്ദ്രന് ലഭിച്ചു. അശുദ്ധ രക്തമടങ്ങുന്ന കീഴറ ചിങ്ങം രാശിയും അതിന്റെ അധിപനായ സൂര്യനെയും സൂചിപ്പിക്കുന്നു. അശുദ്ധ രക്തമടങ്ങുന്ന ഹൃദയത്തിന്റെ കീഴറ, കീഴ്ഭാഗത്തുള്ള അറ. അശുദ്ധ രക്തമടങ്ങുന്ന ഹൃദയത്തിന്റെ കീഴറ ചിങ്ങം രാശിയും അതിന്റെ അധിപനായ സൂര്യനെയും സൂചിപ്പിക്കുന്നു. അതിന്റെ അധിപനായ സൂര്യനെയും സൂചിപ്പിക്കുന്നു. അടുത്ത ലൈനില് ചന്ദ്രൻ ജലത്തിന്റെ കാരകനാണ്.
ചന്ദ്രൻ ജലത്തിന്റെ കാരകനാണ്. ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ ജലത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ജലത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ്. വേലിയേറ്റം വേലിയിറക്കം എന്ന പ്രതിഭാസം തന്നെ സമുദ്രജലത്തെ വരെ ചന്ദ്രൻ നിയന്ത്രിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. സമുദ്രജലത്തെ വരെ ചന്ദ്രൻ നിയന്ത്രിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. തനു വൃത്തതനു അത്രയും ആയതേ ഉള്ളൂ. അടുത്തിന് ബഹുവാത കഫ. അടുത്ത ലൈനില് വാദത്തിന്റെയും കഫത്തിന്റെയും കാരകത്വം ചന്ദ്രനുണ്ട്. അതിൽ പ്രധാനമായും കഫമാണ്. കഫപ്രകൃതം എന്നതുകൊണ്ട് തടിച്ച ശരീരത്തെ സൂചിപ്പിക്കുന്നു. കഫപ്രകൃതം കൊണ്ട് തടിച്ചതും വണ്ണമുള്ളതുമായ ശരീരത്തെ സൂചിപ്പിക്കുന്നു. തടിച്ചതും വണ്ണമുള്ളതുമായ ശരീരത്തെ സൂചിപ്പിക്കുന്നു. വൃത്തതനു എന്ന് പറയുമ്പോൾ ഉരുണ്ട കൈകാലുകളും മാറിടവും വട്ടമുഖവും ഉള്ള പ്രകൃതമാണ്. പ്രത്യേകിച്ചും കാലപുരുഷന്റെ 4-ാം രാശിയാണ് ചന്ദ്രന്റെ രാശി. കാലപുരുഷന്റെ 4-ാം രാശിയാണ് ചന്ദ്രന്റെ രാശി. 4-ാം രാശി കൊണ്ട് എന്തിനെ ചിന്തിക്കാം? അമ്മയെ പോയിട്ട് അടുത്തെന്താണ് പ്രധാനമുള്ളത്? പറഞ്ഞു നോക്കുക ആരെങ്കിലും. വീട്, സുഖം, സുഖജീവിതം. 4-ന് സുഖപാപം എന്നാണ് അറിയപ്പെടുന്നത്. ലഗ്നത്തിന് തനുപാപം എന്ന് പറയും. 2-ന് ധനപാപം എന്ന് പറയും. 3 സോദരപാപം. 4-ന് സുഖപാപം. 5 സന്താനപാപം. 6 ശത്രുപാവം. 7 കളത്രപാവം. 8 ആയുർഭാവം. 9 ഭാഗ്യഭാവം. 10 കർമ്മഭാവം. 11 ലാഭം. 12 വ്യയം. ഇങ്ങനെയാണ് ഇവർ അറിയപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം 4-ാം ഭാവത്തിന് പറയുമ്പോൾ മാതൃഭാവം അല്ലെങ്കിൽ സുഖഭാവം. അപ്പോൾ സുഖഭാവത്തിനെ സൂചിപ്പിക്കുന്ന രാശി ചന്ദ്രന് കൊടുത്തു. അതൊരു പ്രധാന പോയിന്റാണ്, നമ്മൾ മറക്കാൻ പാടില്ലാത്ത പോയിന്റ്.
അതുപോലെയാണ് മാതാവിനും കൊടുത്തത്. പിതാവിന് കൊടുത്തിട്ടുള്ളത് 9 ഭാഗ്യപാവം. നോക്കിക്കൊള്ളണം ആചാര്യൻ ചെയ്തിരിക്കുന്നത്. പിതാവിന് 9 കൊടുത്തേക്കുന്നത്. 9 ഭാഗ്യം. ഭാഗ്യം, ദയ, പുണ്യം, തപസ്, താതൻ, സുധാത്മൻ, ദാനം, ഉപാസന, ശൗശീല്യം, ഗുരു. ഇതൊക്കെ 9 കൊണ്ട് ചിന്തിക്കുകയാണ്. ഇതിൽ ഏതിനെടുത്ത് മാറ്റാനുണ്ട്? എല്ലാം നല്ല വാക്കുകളും. അവിടെയാണ് പിതാവിനും ഗുരുവിനും കൊടുത്തേക്കുന്നത്. ഇപ്പോൾ എഴുതിയത് സുഖഭാവമാണ്. 4 കൊണ്ട് സുഖഭാവത്തെ 4 ഇങ്ങനെ എഴുതിയത്. എങ്ങനെ എഴുതിയത്? 4-ാം ഭാവം ചന്ദ്രന്റെ രാശി അത്ര മാത്രം എഴുതി സാറേ. ചന്ദ്രന്റെ രാശിയാണ്. 4 കൊണ്ട് സുഖഭാവത്തെ സൂചിപ്പിക്കുന്നു. സുഖഭാവത്തെ ചിന്തിക്കാം, സുഖജീവിതത്തെ ചിന്തിക്കാം എന്നെഴുതുന്നു. സുഖകരമായ ജീവിതത്തെ ചിന്തിക്കാം. 4 കൊണ്ട് സുഖകരമായ ജീവിതത്തെ ചിന്തിക്കാം. തനു വൃത്തതനു ബഹുവാദകപ. അടുത്ത ലൈനില് പ്രാജ്ഞ എന്നാൽ ത്രികാലജ്ഞാനി എന്നർത്ഥം. പ്രാജ്ഞ എന്നാൽ ത്രികാലജ്ഞാനി എന്നർത്ഥം. ത്രികാലജ്ഞാനി എന്നർത്ഥം. നല്ല ഓർമ്മശക്തി, ബുദ്ധി, പ്രതിഭ, നല്ല ഓർമ്മശക്തി, ബുദ്ധി, പ്രതിഭ എന്നീ വിശേഷണങ്ങൾ പറയാം. എന്നീ വിശേഷണങ്ങൾ പറയാം. എന്നീ വിശേഷണങ്ങൾ പറയാം. ഭൂതകാലത്തിലുള്ള സംഭവങ്ങൾ ഓർമ്മിച്ചു പറയുക. ഭാവിയെക്കുറിച്ചുള്ള ധാരണയുണ്ടാവുക. ഭൂതകാലത്തിലുള്ള സംഭവങ്ങൾ ഓർമ്മിച്ചു വയ്ക്കുക, ഭാവിയെക്കുറിച്ചുള്ള ധാരണയുണ്ടാവുക. എന്നീ വിശേഷണങ്ങളാണ് പ്രാജ്ഞ എന്ന് പറയുന്നത്. എന്നീ വിശേഷണങ്ങളാണ് പ്രാജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർത്തമാനം, ഭൂതം, ഭാവിയെ കുറിച്ച് പറയുന്ന ദൈവജ്ഞനുമാകാം. വർത്തമാനം, ഭൂതം, ഭാവിയെ കുറിച്ച് പറയുന്ന ദൈവജ്ഞനും ആകാം. അടുത്ത പ്രാജ്ഞ, മൃദുവാക്. ചന്ദ്രൻ മൃദുവായ
വാക്കുകൾ ഉപയോഗിക്കുന്നവനും മൃദുവായി പെരുമാറുന്നവനും, മൃദുവാക്ക് എന്ന് വെച്ചാൽ മൃദുവായി സംസാരിക്കുന്നവനും മൃദുവായ പെരുമാറ്റമായിരിക്കും. കർക്കടക ലഗ്നക്കാരും കുഴപ്പക്കാരേ അല്ല. ചന്ദ്രന്റെ രാശി ജനിക്കുന്നവരാരും കുഴപ്പക്കാരേ അല്ല. കുഴപ്പം ഉണ്ടാക്കണമെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങൾ നിൽക്കണം. ചൊവ്വയോ ശനിയോ രാഹു കേതുക്കളോ ഒക്കെ നിൽക്കുകയും ചന്ദ്രന് പാപബന്ധവും വന്നാൽ കുഴപ്പമാവും. അല്ലാതെ കുഴപ്പക്കാരേ അല്ല. മൃദുവായി സംസാരിക്കുന്നതും മൃദുവായുള്ള ഇടപെടലും ഉള്ളവരായിരിക്കും. മൃദുവായ ഇടപെടലും ഉള്ളവരായിരിക്കും. അടുത്ത ശുഭദ്രക്, ഭംഗിയുള്ള കണ്ണുകളുള്ളവരും നല്ല കാഴ്ചപ്പാടുള്ളവരുമായിരിക്കും. ഭംഗിയുള്ള കണ്ണുകളുള്ളവരും നല്ല കാഴ്ചപ്പാടുള്ളവരുമായിരിക്കും. അടുത്ത ലൈൻ, ജലത്തിന്റെ കാരകത്വം ചന്ദ്രനാണ്. ഒരിക്കൽ എഴുതി ഒന്നുകൂടി വേണം. ജലത്തിന്റെ കാരകത്വം ചന്ദ്രനാണ്. കിണർ ജലം എല്ലാം ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കാം. കിണർ ജലം എല്ലാം ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കാം. അടുത്ത ലൈനിൽ, ആഹാരത്തിന്റെയും ശരീരപുഷ്ടിയുടെയും കാരകത്വം ചന്ദ്രനും. ആഹാരത്തിന്റെയും ശരീരപുഷ്ടിയുടെയും കാരകത്വം ചന്ദ്രനും. ആഹാരത്തിന്റെയും ശരീരപുഷ്ടിയുടെയും കാരകത്വം ചന്ദ്രൻ. ചന്ദ്രന് പക്ഷബലവും രാശിബലവും പാപബലവും ഉണ്ടെങ്കിൽ നല്ല ഭക്ഷണം ലഭിക്കുന്നവനും ഭക്ഷണപ്രിയനുമായിരിക്കും. നല്ല ഭക്ഷണം ലഭിക്കുന്നവനും ഭക്ഷണപ്രിയനും ആയിരിക്കും. ആരോ എന്തോ ചോദിച്ചു. നല്ല ഭക്ഷണപ്രിയനും ഭക്ഷണം ലഭിക്കുന്നവനുമായിരിക്കും. ബലമില്ലെങ്കിൽ ഭക്ഷണ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ബുദ്ധിമുട്ടുകൾ എന്തോ ആയിക്കൊള്ളാം, ഭക്ഷണ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഈ കൃഷ്ണപക്ഷത്തെ ചതുർത്ഥി മധ്യമ ബലം എന്ന് എടുക്കാൻ പറ്റുമോ? അതോ ചതുർത്ഥി നല്ലതല്ലല്ലോ. കൃഷ്ണപക്ഷത്തിലെ ചതുർദശി നവമി ഇത്രയും രിക്തതിഥികൾ എന്നാണ്. ശൂന്യം എന്നാണ്. രിക്ത എന്ന് പറഞ്ഞാൽ ശൂന്യം അല്ല. രിക്തതിഥി നല്ലതേ അല്ല. രിക്തായാം ശത്രുണാം എന്നൊക്കെ പറയും. രിക്തതിഥി നല്ലതല്ല. ചതുർദശി നവമി നല്ല തിഥികളെ അല്ല. ചന്ദ്രബലം ചിന്തിക്കുമ്പോ ചന്ദ്രബലം കൃഷ്ണപക്ഷത്തില് ചതുർത്ഥി വരുമ്പോൾ ചന്ദ്രന് ബലമുണ്ട്. കൃഷ്ണപക്ഷം
നക്ഷത്രത്തിൽ ചതുർത്ഥി വരുമ്പോൾ ബലമുണ്ട്, പക്ഷബലമുണ്ട്. പക്ഷബലമുണ്ട്, അത് വേറെ വിഷയമാണ്. അതായത് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ അത് മുഹൂർത്തത്തിലേ പഠിക്കുകയുള്ളൂ. മുഹൂർത്തം പഠിക്കുമ്പോൾ വ്യക്തമാകും. ഇപ്പോഴിങ്ങനെ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. കൂടുതൽ നമ്മൾ പറഞ്ഞു പോയാൽ നമ്മൾ ലൈൻ മാറിപ്പോകും. അതാണ് കുഴപ്പം. മുഹൂർത്തം പഠിക്കുമ്പോഴേ ക്ലിയറാ പഠിക്കാം. കൃഷ്ണപക്ഷത്തിൽ വരുമ്പോൾ ഒരു കൃഷ്ണപക്ഷം എന്ന് പറയുമ്പോൾ വെളുത്ത വാവ് കഴിഞ്ഞിട്ട് വരുന്നതാണ് കൃഷ്ണപക്ഷം. ഒരു പഞ്ചമി, ദശമിയൊന്നും നല്ലതല്ല. ഒരു പഞ്ചമിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ചന്ദ്രന് ക്ഷീണം കൂടും. നമ്മൾ പറഞ്ഞു വന്നത് ഏറ്റവും ദോഷമായ സ്ഥലമാണ് പറഞ്ഞു വന്നത്. കർത്തവാവിന് മുൻപ് 5 ദിവസമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 8-9 ദിവസമൊക്കെ വരും. പഞ്ചമിയൊക്കെ കഴിഞ്ഞു പോയാൽ ദോഷമാണ്. അതില് ഏറ്റവും ദോഷം വരുന്നത് കറുത്ത പക്ഷത്തില്, കൃഷ്ണപക്ഷത്തില് ദശമിക്ക് ശേഷം നമ്മൾ ഒരു മുഹൂർത്തത്തിനോ ഒന്നും എടുക്കരുത്. മുഹൂർത്തത്തിന് പ്രിഫർ ചെയ്യരുത്. കൃഷ്ണപക്ഷത്തില് ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, വാവൊന്നും എടുക്കരുത്. വാവ് കഴിഞ്ഞിട്ട് വേണം പ്രതിപദവും എടുക്കരുത്. പ്രതിപദം ദ്വിതീയ, തൃതീയൊക്കെ ചെറിയ ഒരു വ്യത്യാസം വരും. ചതുർത്ഥി ഒട്ടും പാടില്ല. അതിപ്പോ പൊതുവെ പാടില്ലാത്തതാണ്. ചതുർത്ഥി ഒന്നിനും എടുക്കാറില്ല. ചതുർത്ഥിയും ചതുർദശിയും നവമിയും 2 പക്ഷത്തിലും എടുക്കില്ല. ചന്ദ്രന് ശനിയുടെയോ ചൊവ്വയുടെയോ യോഗദൃഷ്ടികൾ വന്നാൽ ലഹരിക്ക് അടിമയാകാൻ ഇടവരാം. ചന്ദ്രന് ചൊവ്വയുടെയോ ശനിയുടെയോ യോഗമോ ദൃഷ്ടിയോ വന്നാൽ ലഹരിക്ക് അടിമയാകാൻ ഇടവരാം. ഒന്നുകൂടി പറയണം. ചന്ദ്രന് ശനിയുടെയോ ചൊവ്വയുടെയോ യോഗമോ ദൃഷ്ടിയോ വന്നാൽ ലഹരിക്ക് അടിമയാകാൻ ഇടവരാം. അടുത്ത സൈഡ് ഹെഡിങ് രോഗങ്ങൾ. അപസ്മാരം. ചന്ദ്രന് ബലമില്ലാതെ വന്നാൽ അപസ്മാരം, വാദം, ആസ്മ, ജലദോഷ സംബന്ധമായ രോഗങ്ങൾ, ജലദോഷ സംബന്ധമായത്, ന്യൂമോണിയ, ഹാർട്ട് ഡിസീസസ്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, മാറിട സംബന്ധമായ അസുഖങ്ങൾ. മാറിടം, ബ്രസ്റ്റ് എന്ന് പറയുന്നത്. അസുഖങ്ങൾ എന്നിവ ഉണ്ടാകാൻ ഇടവരും. ഇനി 1-2 കാര്യങ്ങൾ കൂടെ പഠിക്കും. പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതായത് നമ്മൾ സൂര്യനെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ സന്താന വിഷയത്തില് പുരുഷ ജാതകത്തില് സൂര്യന് ഒരു സ്ഥാനമുണ്ടെന്ന് കുറച്ച് ഓർമ്മയുണ്ടോ? സന്താന വിഷയങ്ങളില് പുരുഷ ജാതകത്തില് സൂര്യനും ശുക്രനും ബലം വേണം എന്ന് പഠിച്ചു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഹലോ, ഉണ്ട് സാർ.
ചന്ദ്രനെ സംബന്ധിച്ച് സ്ത്രീ ജാതകത്തിൽ ചന്ദ്രന് ബലം വേണം. ചന്ദ്രനാണ് രക്തത്തിന്റെ കാരകത്വം. ശ്ലോകം ഒരു പ്രമാണം, പ്രസിദ്ധമായ ഒരു പ്രമാണമുണ്ട് കോരയിൽ. ഉജേന്ദുഹേതു പ്രതിമാ സമാർത്തവം ഗതേതു പീഡർഷമനുഷ്ണദീരിതൗ അധാന്യതാസ്തേ ശുഭവും ഗ്രഹേക്ഷിതേ നരണേ സംയോഗമുപൈതി കാമിനി യഥാസ്തരാശി മിഥുനം സമയതി തഥൈവ വാച്ചോ മിഥുന പ്രയോഗ അസദ്ഗ്രഹ ആലോകിത വീക്ഷിതേ സാലേഷു ഇഷ്ട സവിലാസകാസ രവി ഇന്ദു ശുക്ര അവനിജൈ സ്വപാകർ ഗുരു ത്രികോണോദയ ധർമ്മകേ അഭി പവത്യപത്യന്തി വിവീചനാമേ കരാഹിമാംശോ വിദർശമിവ വലാകെ. 3 ശ്ലോകം ഞാൻ പറഞ്ഞു, ഇനിയും കിടപ്പുണ്ട് കുറെ, സമയമില്ല. അതായത് ചൊവ്വയും ചന്ദ്രനുമാണ് ആർത്തവത്തിന്റെ കാരകത്വം സ്ത്രീകൾക്ക്. ആർത്തവം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് തന്നെ കാരണം. സന്തതി പക്ഷികളായാലും മൃഗങ്ങളായിരുന്നാലും ചെടികളായിരുന്നാലും, ചെടികൾക്ക് വേറെ വാക്ക് പറയും, ഇതല്ല. ഈ ആർത്തവ സംബന്ധമായ കാര്യം അല്ലെങ്കിൽ പ്രത്യുൽപാദനം എന്ന് പറയുന്ന കാര്യമാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്. അതിന്റെ കാരകത്വം ചന്ദ്രനും ചൊവ്വയ്ക്കുമാണ്. ചൊവ്വാദോഷം പറയുന്നവർ ഇതും കൂടി ആലോചിക്കണം. ഉജ ഇന്ദു ഹേതു പ്രതിമാസമാർത്തവം. ഉജൻ ചൊവ്വയും ഇന്ദു ചന്ദ്രനുമാണ് ആർത്തവത്തിന്റെ കാരകത്വം എന്നർത്ഥം. അതായത് സ്ത്രീ ജാതകത്തില് ചന്ദ്രനും ചൊവ്വയും ഒരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോഴാണ് ആർത്തവം ഉണ്ടാകുന്നത്. അത് നമുക്ക് ഇന്നൊരു അവസരത്തിൽ പഠിക്കാം. ആർത്തവ സംബന്ധമായ കാര്യം വരുന്നത്. ഇനി ചന്ദ്രനും ചൊവ്വയ്ക്കും ബലമില്ലാതെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ പ്രശ്നമുണ്ടാകും. പ്രസവത്തിന്റെ കാരകത്വം ചന്ദ്രനാണ്. ചന്ദ്രന് ബലമില്ലെങ്കിൽ ഉറപ്പാണ് പ്രസവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചൊവ്വയും ചന്ദ്രനും കൂടി ഒരുമിച്ച് നിൽക്കുക, രണ്ടുപേർക്കും ബലമില്ലാതെ വരിക, തീർച്ചയായിട്ടും ആർത്തവ സംബന്ധമായ പ്രസവം വരും. അത് സന്താനത്തിനെ ബാധിക്കുകയും ചെയ്യും, സന്താന ലബ്ധിയെ ബാധിക്കും. പൊരുത്തം നോക്കുമ്പോൾ സ്ത്രീ ജാതകത്തില് ചന്ദ്രനെയും ചൊവ്വയും പ്രത്യേകിച്ച് നോക്കിക്കൊള്ളണം. സന്താനം കിട്ടുമോ കിട്ടിയോ എന്നുള്ള അവർ പറഞ്ഞു തരും. ആ ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് ചന്ദ്രൻ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ നിന്നാൽ പോലും രാഹുവിന്റെയോ ശനിയുടെയോ ചൊവ്വയുടെയോ ബന്ധമുണ്ടെങ്കിൽ കുഴപ്പം തന്നെയാണ്. മാസമുറയിലൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കും പിള്ളേരൊക്കെ. കൊച്ചു കുട്ടികളായിരുന്നാൽ പോലും ശരിയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പറയുന്ന ജാതകമൊക്കെ നോക്കാൻ വരുമ്പോൾ അനുഭവങ്ങളുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അവർക്ക്. ഇതൊക്കെ നോക്കി മനസ്സിലാക്കുക. അത് ഭാവിയിൽ എന്താവും? സന്താന ലബ്ധിയൊക്കെ ബാധിക്കും. നമ്മളിത് ഒരു ഡോക്ടറെ സംബന്ധിച്ച് എത്രയോ ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ജാതകം വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ചായും പൂവും മായും വെച്ചിട്ട് നമുക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം. ഉജേന്ദു ഹേതു പ്രതിമാസമാർത്തവം എന്ന പ്രമാണപ്രകാരം ചൊവ്വയും ചന്ദ്രനുമാണ് ആർത്ത സ്ത്രീ ജാതകത്തില് സ്ത്രീകളുടെ ആർത്തവത്തിന്റെ കാരകന്മാർ എന്നർത്ഥം. ചന്ദ്രൻ രക്തത്തിന്റെ കാരകൻ, ചൊവ്വ പിത്തത്തിന്റെ കാരകൻ. രക്തവും പിത്തവും തമ്മിൽ രക്തത്തിന് പിത്തം അടിക്കുമ്പോൾ കിട്ടി കഴിയുമ്പോഴാണ് ആർത്തവം ഉണ്ടാകുന്നത്. ചന്ദ്രനും ചൊവ്വയും ഒരു പ്രത്യേക സ്ഥലത്ത് ചാരവശാൽ ഒരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോഴാണ് ആർത്തവം ഉണ്ടാകുന്നത്. ചന്ദ്രന് ചൊവ്വയുടെയോ ശനിയുടെയോ രാഹുവിന്റെയോ യോഗദൃഷ്ടികൾ ഉണ്ടെങ്കിൽ ഈ കാര്യത്തിൽ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പ്രസവത്തിന്റെ കാരകത്വവും ചന്ദ്രനാണ്. ഇത്രയാണ് ഞാനിപ്പോ പറഞ്ഞത്. ഓരോ 4 1 2 3 അത്രയൊന്ന് വായിച്ചു. അതിന്റെ അർത്ഥം മാത്രം വായിച്ചു നോക്കിയാൽ ചുമ്മാ വെറുതെ എനിക്ക് കൊടുത്തിട്ട് വായിക്കണം. എൻ്റെ എക്സ്പ്ലനേഷൻ ഉള്ള ഒരു ബുക്കുണ്ട്, ഒരു ഇംഗ്ലീഷ് ബുക്കുണ്ട്. സരീൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ എഴുതിയ, ഡൽഹിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ബുക്കുണ്ട്. പ്രശ്ന സരീൻ. ആ ബുക്കിന്റെ പേര് നമ്മുടെ ബുക്കുണ്ടല്ലോ, എൻ്റെ പേരെന്തോ വായിൽ വന്നിട്ട് പോകും. ജാതക ആദേശ മാർഗ്.
ജാതക ആദേശ മാർഗം എന്ന് പറഞ്ഞിട്ട് ഒരു പച്ച ബൈൻഡുള്ള ബുക്കാണ്. അതിലത് ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഫസ്റ്റ് ശ്ലോകത്തിനൊക്കെ എടുത്ത് കാര്യമായിട്ട്. അതല്ലെങ്കിൽ നമ്മുടെ ദശാധ്യായി വായിച്ചാലും മതി. ദശാധ്യായി വായിച്ചാലും മതി. അപ്പോൾ ഞാനിപ്പോ പറഞ്ഞു വന്നത്, ഇനി മുലയൂട്ടിന്റെ കാരകത്വവും ചന്ദ്രനാണ്. ചന്ദ്രന് ശനിയുടെയോ രാഹുവിന്റെയോ യോഗം ഉണ്ടെങ്കിൽ കുഞ്ഞിന് കൊടുക്കേണ്ട പാലിന്റെ അളവൊക്കെ കുറയും. ഇതൊക്കെ നമ്മൾ മിണ്ടാതെ മനസ്സിലാക്കി വെക്കാനേ പറ്റുള്ളൂ. ആവശ്യമില്ലാതെ ഒന്നും നമ്മൾ പറയാൻ പാടില്ല. ജാതക പൊരുത്തമൊക്കെ നോക്കാൻ വരുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധം വേർപെട്ടു പോകും. ചന്ദ്രന് ശനിയുടെ യോഗം, പ്രത്യേകിച്ച് കർക്കടകത്തിലെ ശനിയൊക്കെ നിന്ന്, കർക്കടകത്തിലെ നെഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. കർക്കടകം കൊണ്ട് മാറിടം എന്നൊരു വാക്ക് പറഞ്ഞു. അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട്. കർക്കടകത്തിലെ ശനിയോ ചൊവ്വയോ രാഹുവൊക്കെ നിന്ന് കഴിഞ്ഞാൽ മുലയൂട്ടിനെ ബാധിക്കും. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പാല് കുറവായിരിക്കും. ചുമ്മാ അല്ല ചന്ദ്രൻ എന്ന് പറയുന്നത്. ഇനി വേറെയും മുലയൂട്ട് മോശമായിരിക്കും, അത് പറഞ്ഞു. ഇനി ഹൃദയത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രസന്നമാർ സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. സാർ അത് ക്ലിയറാ പറയുന്ന കൂട്ടത്തിലാണ്. ഈ ഹൃദയത്തിനെ പറയുമ്പോൾ മൺഡേ നമ്മൾ നോക്കിയാൽ ഒരുപാട് ഈ ഇടയ്ക്കും ഹെറാൾഡ് പത്രത്തിലും, ചെന്നൈയിൽ ഇറങ്ങുന്ന ഹെറാൾഡ് ഇംഗ്ലീഷ് പത്രത്തിലുണ്ടായിരുന്നു. അതിന് മുമ്പും ഒരുപാട് കനേഡിയൻ സയന്റിസ്റ്റുമാർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. ചുമ്മാ നമ്മുടെ വകയൊന്നുമല്ല. ഹാർട്ട് അറ്റാക്ക് വരുന്നത് മാക്സിമവും മൺഡേ മോർണിംഗിലാണ്. അതിന്റെ കാര്യം എത്താണ്? റിപ്പോർട്ടിംഗ് ഓഫ് ഹാർട്ട് അറ്റാക്ക് ഈസ് ഓൺ മൺഡേ മോർണിംഗ്, മാക്സിമം ഓൺ മൺഡേ മോർണിംഗ്. എന്തായിരിക്കാൻ കാര്യം? ചന്ദ്രന്റെ പ്രഭാവം. മൺഡേ എന്ന് പറഞ്ഞാൽ മൂൺ ഡേ, ചന്ദ്രവാർ. തിങ്കളാഴ്ച രാവിലെ ഫസ്റ്റ് ഹോര ആരുടെ ഹോര? ചന്ദ്രവാരം. ചന്ദ്രവാരത്തിലെ ചന്ദ്രഹോര. ആ സമയത്തായിരിക്കും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ചന്ദ്രൻ ടെൻഷന്റെ ആളാണ്. ചന്ദ്രന് ബലമില്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. ഹാർട്ട് അറ്റാക്ക് കുറച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ശനിയാഴ്ച. ശനി മന്നോ അലസനാണ്. അലസന്മാരൊക്കെ എങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരും? അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ പറഞ്ഞു വന്നത്, ചന്ദ്രന് ശനിയുടെ യോഗദൃഷ്ടികൾ വരിക, കർക്കടകൻ രാശിയിൽ ശനി ചൊവ്വയൊക്കെ നിൽക്കുക, അങ്ങനെ വന്നാൽ ജാതകത്തിൽ സ്ത്രീകൾക്ക് മുലയൂട്ട് മോശമായിരിക്കും. അതറിഞ്ഞിരിക്കും. ഇതൊക്കെ നമുക്ക് പഠിച്ചാൽ ഓർമ്മയിരിക്കും. ഇതൊന്നും നമ്മൾ മറക്കൂല, ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. പിന്നെ ജാതകത്തിൽ അല്ലെങ്കിൽ പൊതുവെ ചന്ദ്രൻ രക്തത്തിന്റെയും ചൊവ്വ പിത്തത്തിന്റെയും കാരകനാണ്. ഈ ചൊവ്വയും ചന്ദ്രനും ചാരവശാൽ ഒരു പ്രത്യേക സ്ഥലത്ത് ജാതകത്തിൽ വരുമ്പോൾ ആർത്തവം ഉണ്ടാകുന്നു. ചന്ദ്രനും ചൊവ്വയും ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ജാതകത്തിൽ സന്താന വിഷയം ചിന്തിക്കുമ്പോൾ ചന്ദ്രനെയും ചൊവ്വയും ബലം വളരെ അത്യാവശ്യമാണ്. ചന്ദ്രൻ പ്രസവത്തിന്റെ കാരകനാണ്. ഇത്രയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഹാർട്ട് അറ്റാക്കിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു. ചന്ദ്രന് ചൊവ്വയുമായിട്ടുള്ള യോഗം വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് നല്ലതല്ല എന്നാണ്. അശിവം മാതൃസവക്ര ശശി. ചന്ദ്രന് ചൊവ്വയുടെ യോഗം വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് നല്ലതല്ല എന്ന് പറയും. അത് മാതാവിന്റെ കാരകത്വം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഒരു പ്രത്യേകത ചന്ദ്രനുള്ളത്, ചന്ദ്രൻ ഒരു ഗ്രഹവുമായിട്ട് ചേർന്ന് വന്നു കഴിഞ്ഞാൽ, യോഗം ചെയ്തു കഴിഞ്ഞാൽ ആ ഗ്രഹത്തിന് ബലം കൂടും. ചന്ദ്രനും വ്യാഴവും കൂടി ഒരുമിച്ച് വന്നാൽ ആർക്ക് ബലം കൂടും?
വ്യാഴത്തിൽ. ചന്ദ്രനും ശുക്രനും കൂടി ഒരുമിച്ച് വന്നാൽ ശുക്രന് ബലം കൂടും. ചന്ദ്രനും ശനിയും കൂടി ഒരുമിച്ച് വന്നാൽ ശനിക്ക് ബലം കൂടും. പക്ഷെ സൂര്യനുമായിട്ട് ഒരുമിച്ച് വന്നാലോ, സൂര്യന്റെ കൂടെ അടുത്ത ഒരു ഗ്രഹം ഒരുമിച്ചാലും മൗഢ്യം തുലഞ്ഞു. ഇതാണ് സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. സൂര്യൻ പാപഗ്രഹമാകേണ്ട കാരണമേ ഇതെന്നാണ് പറയുന്നത്. സൂര്യന്റെ അടുത്താകും ചെന്ന് ചാടിക്കൊടുക്കരുത്. ചാടിക്കൊടുത്താൽ മൗഢ്യം എന്ന കമ്പസ്റ്റ് സ്റ്റേറ്റ്, പ്രോക്സിമിറ്റി ടു സണ്ണിന്റെ സാമീപ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മൗഢ്യം കൊണ്ട് ആ ഗ്രഹത്തിന്റെ പ്രഭാവം നഷ്ടപ്പെടും. ചന്ദ്രൻ അതല്ല, ചന്ദ്രന്റെ സമാഗമം കൊണ്ട് പ്രഭാവം കൂടും. ഇതാണ് ചന്ദ്രനും സൂര്യനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇനി ചന്ദ്രനും ചൊവ്വയും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ അശിവം മാത്രം, അമ്മയ്ക്ക് നല്ലതല്ല. ചന്ദ്രനും ശനിയും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ പുനർപൂസുതം, നല്ലതല്ല. മാരേജൊക്കെ രണ്ടെണ്ണം നടക്കാനിട വരും. അതാണ് നമ്മൾ മനസ്സിലാക്കണം. 2 മാരേജ് നടക്കാനിട വരും. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടാവും. ചന്ദ്രൻ ശനിയും കൂടി യോഗം വരരുത്. എൻ്റെ ദശയൊക്കെ വരുമ്പം കുഴപ്പമുണ്ടാവും. ഇനി ചില ജ്യോത്സ്യന്മാര് ജാതകം, നമ്മൾ കുഞ്ഞുങ്ങളുടെ ജാതകം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ജാതകം എഴുതാൻ വേണ്ടി ടൈം കൊടുത്തു കഴിഞ്ഞാൽ, ഈ കുഞ്ഞിന് ഒരു 12 വയസ്സ് കഴിഞ്ഞ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ 6 വയസ്സ് കഴിഞ്ഞ് എഴുതിയാൽ മതി, 2 വയസ്സ് കഴിയിട്ട് ഇപ്പോൾ എഴുതണ്ട എന്നൊക്കെ പറഞ്ഞൊക്കെ മാറ്റി വെക്കും. അതിന് കാര്യം എന്തായിരിക്കാം? ഒരു പ്രധാന പോയിന്റ് പറയും, ഒരു പ്രധാനമായ ഒരു വാക്ക് പറയും ജ്യോത്സ്യന്മാർ കൊച്ചുകുട്ടിയെ സംബന്ധിച്ച്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖം വരുമ്പോൾ നമ്മുടെ വയസ്സായ ആൾക്കാർ പറയും, എന്തോന്ന് പറയും? ബാലാരിഷ്ടത. അതാണ് വാക്ക്. ബാലാരിഷ്ടത എന്ന് പറയും. ബാലാരിഷ്ടത അതായത് ഒരു കുഞ്ഞിന്റെ 4 വയസ്സ് വരെ കുഞ്ഞിന്റെ അമ്മയുടെ മുൻജന്മ കർമ്മങ്ങൾ അനുസരിച്ചും 4 മുതൽ 8 വരെ അച്ഛന്റെ മുൻജന്മ കർമ്മങ്ങൾ അനുസരിച്ചും 8 മുതൽ 12 വരെ കുഞ്ഞിന്റെ മുൻജന്മ ഫലങ്ങൾ അനുസരിച്ചുള്ള ഫലമായിരിക്കും. അതുകൊണ്ടാണ് 12 വയസ്സ് വരെ ജാതകം എഴുതരുത് എന്ന് പറയുന്നത്. ഈ ദശ കണക്കാക്കുന്നത് ആരെ വച്ചിട്ടാണ്? ദശ, നമ്മൾ ജാതകത്തിൽ ദശ കണക്കാക്കുന്നത് ആരെ വച്ചിട്ടാണ് ദശ? നക്ഷത്രം, ചന്ദ്രനെ വച്ചിട്ട്. നക്ഷത്രമാകുമ്പോൾ ചന്ദ്രൻ. അത് ഒരുപാട് ബാച്ചുകൾ റിസർച്ച് ചെയ്ത് നോക്കി, ലഗ്നത്തിന്റെ എടുത്തൊക്കെ നോക്കി, ലഗ്നത്തിന്റെ നക്ഷത്രം വച്ചൊക്കെ നോക്കിയിട്ട് നടന്നില്ല. അത് മാത്രം തന്നെ ചന്ദ്രന്റെ പ്രാധാന്യം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ചന്ദ്രദശ എന്നാണ് നമ്മൾ പറയുന്നത്. ചന്ദ്രദശ, ചന്ദ്രനെ വച്ചിട്ടാണ് നമ്മുടെ ജാതകത്തിലെ ദശ കണക്കാക്കുന്നത്. ചന്ദ്രസ്ഫുടം എടുത്ത് വെച്ചിട്ടാണ് ദശ കണക്കാക്കുന്നത്. അത് തന്നെ ചന്ദ്രന്റെ പ്രാധാന്യം ഭയങ്കരമാണ്. ചന്ദ്രന് ശനിയുടെ യോഗം വന്നാൽ 2 വിവാഹം നടക്കാൻ ഇടവരും. അത് ജാതകം നോക്കിയിട്ടേ പറയാവൂ. ഇനി ചന്ദ്രൻ ബാലാരിഷ്ട ഗ്രഹമാണ്, ബാലാരിഷ്ട പ്ലാനറ്റ് എന്ന് പറയും. അതിൽ ഒരുപാട് പറയുന്നുണ്ട്, ബാലാരിഷ്ടതയിൽ ഒരുപാട് പറയുന്നുണ്ട്. അത് നമുക്ക് ബാലാരിഷ്ടതൊക്കെ പഠിക്കുമ്പോഴേ പറ്റുള്ളൂ. ഇപ്പം കുറച്ച് പഠിക്കാം. സുതമത നവമ ലഗ്ന അന്ത്യരന്ധ്രേഷു അശുഭയുധോ മരണായ രശ്മിത ഭൃഗുപുത്ര ഭൃഗുസുത ശശിപുത്ര ദേവർ പൂജ്യർ യതി ബലിർ പിന്നെ ആലോകിതോവ എന്ന് പറഞ്ഞിട്ട് 5-ൽ 12ാമത്തെ പ്രമാണം. 5അല്ല, 6-ൽ 12. ഓരയിൽ 6-ൽ 12. അതായത് ലഗ്നം 8, 12. ലഗ്നം 8, 12, 5, 7, 9. ലഗ്നം 5, 7, 9, 8, 12 ചന്ദ്രൻ വരരുത്. ലഗ്നത്തിലോ 5-ലോ 7-ലോ 9-ലോ 8-ലോ 12-ലോ ചന്ദ്രൻ വരികയും ആ ചന്ദ്രന് പാപന്റെ യോഗം വരികയും, ദൃഷ്ടിയെ കുറിച്ച് പറയുന്നില്ല, വരികയും അവിടെ ശുഭന്റെ യോഗദൃഷ്ടികൾ ഇല്ലാതിരിക്കുകയും വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ശീതരശ്മി യോഗം എന്ന് പറയും. 1 വയസ്സ് 2 വയസ്സിന്റെ ഉള്ളിൽ കുഞ്ഞ് മരിച്ചു പോകും എന്നാണ് പറയുന്നത്. ഇതൊക്കെ ചന്ദ്രനെ വെച്ചിട്ട് ചിന്തിക്കുന്നതാണ്. അതായത് ലഗ്നം 5, 7, 9, 8, 12 ചന്ദ്രൻ വരിക. ഇതിലെവിടെയെങ്കിലും ചന്ദ്രൻ വരിക. ആ ചന്ദ്രന്റെ കൂടെ ഒരു പാവനം കൂടെ നിൽക്കുക.
അവിടെ ശുഭന്റെ യോഗദൃഷ്ടി ഇല്ലാതെയും കൂടി വന്നു കഴിഞ്ഞാൽ ശീതരശ്മി യോഗം, കുഞ്ഞ് 2 വയസ്സിനുള്ളിൽ മരിച്ചു പോകുമെന്നാണ്. ഇതിന് ആയുസിനെ വർദ്ധിപ്പിക്കുന്ന യോഗവും കൂടി ഇല്ലാതിരിക്കണം. വേറെ ഉണ്ട്. ഇത് മാത്രം പോലെ ആയുസിനെ വർദ്ധിപ്പിക്കുന്ന യോഗവും ഇല്ലാതിരിക്കുകയും കൂടി വേണം. ഇതും ചന്ദ്രനെ വച്ചിട്ട് നമ്മൾ പറയാറുള്ളതാണ്. അതൊന്ന് എഴുതാം. ചന്ദ്രന്റെ സമാഗമം ഒരു ഗ്രഹത്തിന് ഉണ്ടായാൽ അതായത് ചന്ദ്രൻ ഒരു ഗ്രഹത്തോടു കൂടി യോഗം ചേർന്നാൽ ആ ഗ്രഹത്തിന് ബലം കൂടും. എന്നാൽ സൂര്യനോടുകൂടി ഒരു ഗ്രഹം ചേർന്നാൽ ആ ഗ്രഹത്തിന് മൗഢ്യം വരികയും ബലം കുറയുകയും ചെയ്യും. അടുത്ത ലൈനിൽ സ്ത്രീകൾക്ക് പ്രസവത്തിന്റെ കാരകത്വം ചന്ദ്രനാണ്. രണ്ട് വരി ശ്ലോകം എഴുതിക്കൊള്ളും. ഉജേന്ദു ഹേതു പ്രതിമാ സമാർത്തവം. ഒരു വരി മതി. ഉജേന്ദു ഹേതു പ്രതിമാ സമാർത്തവം. സ്ത്രീജാതകത്തിൽ ചൊവ്വയും ചന്ദ്രനും ചാരവശാൽ ഒരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോഴാണ് ആർത്തവം നടക്കുന്നത്. ചൊവ്വ പിത്തത്തിന്റെയും ചന്ദ്രൻ രക്തത്തിന്റെയും കാരകന്മാരാണ്. ചൊവ്വ പിത്തത്തിന്റെയും ചന്ദ്രൻ രക്തത്തിന്റെയും കാരകന്മാരാണ്.
പിത്തം രക്തവുമായി ബന്ധപ്പെടുമ്പോഴാണ് പിത്തം രക്തവുമായി ബന്ധപ്പെടുമ്പോഴാണ് ആർത്തവം സംഭവിക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രന് ചൊവ്വയുടെയോ ശനി രാഹു കേതുക്കളുടെയോ യോഗങ്ങൾ വന്നാൽ ആർത്തവ സംബന്ധമായ വിഷമതകൾ ആർത്തവ സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സ്ത്രീജാതകങ്ങളിൽ സന്താന കാര്യങ്ങൾ നോക്കുമ്പോൾ ചന്ദ്രന്റെയും ചൊവ്വയുടെയും ബലം പ്രത്യേകിച്ച് നോക്കണം. സ്ത്രീജാതകങ്ങളിൽ സന്താന വിഷയം നോക്കുമ്പോൾ ചന്ദ്രന്റെയും ചൊവ്വയുടെയും ബലം പ്രത്യേകിച്ച് നോക്കണം. അടുത്ത ലൈനിൽ സ്ത്രീജാതകങ്ങളിൽ ചന്ദ്രന് ശനി അല്ലെങ്കിൽ ചൊവ്വ അല്ലെങ്കിൽ രാഹു കേതു യോഗങ്ങൾ വന്നാൽ എങ്ങനെ എഴുതിയത് സ്ത്രീജാതകങ്ങളിൽ ചന്ദ്രന് ശനി കുജൻ രാഹു കേതു യോഗങ്ങൾ വന്നാൽ മുലയൂട്ട് മോശമായിരിക്കും. അടുത്ത ലൈനിൽ ചന്ദ്രൻ ഹൃദയത്തിന്റെ ഗ്രഹമാണ്. തിങ്കളാഴ്ച എന്നത് ചന്ദ്രനെ സംബന്ധിക്കുന്ന വാരമാണ്.
ചന്ദ്രനെ സംബന്ധിക്കുന്ന വാരം തിങ്കളാഴ്ച രാവിലെ ചന്ദ്രഹോരയായിരിക്കും. തിങ്കളാഴ്ച രാവിലെ ചന്ദ്രഹോരയായിരിക്കും. ഹാർട്ട് അറ്റാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും തിങ്കളാഴ്ച രാവിലെയാണ്. ഹാർട്ട് അറ്റാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും തിങ്കളാഴ്ച രാവിലെ ചന്ദ്രഹോര സമയത്തായിരിക്കും. തിങ്കളാഴ്ച രാവിലെ ചന്ദ്രഹോര സമയത്താണ്. ഇത് ഡോക്ടേഴ്സ് റിസർച്ചിലൂടെ കണ്ടുപിടിച്ചതാണ്. അടുത്ത ലൈനില് ചന്ദ്രനും ചൊവ്വയും ഒരുമിക്കുന്നത് മാതൃസുഖത്തിന് നല്ലതല്ല. ചന്ദ്രനും ചൊവ്വയും യോജിക്കുന്നത് മാതൃസുഖത്തിന് നല്ലതല്ല. എഴുതിക്കൊള്ളണം, ശ്ലോകം എഴുതിക്കൊള്ളണം. അശിവം 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 മാതൃ സവക്രശശി ഓര 14 2 ഫസ്റ്റ് ലൈൻ. ഓര 14 2 ഫസ്റ്റ് ലൈൻ. അടുത്ത ചന്ദ്രൻ ശനിയുമായി യോജിച്ച് ചന്ദ്രൻ ശനിയുമായി യോജിച്ച് 7ാം ഭാവ ബന്ധവും കൂടി വന്നാൽ 7ാം ഭാവ ബന്ധവും കൂടി വന്നാൽ രണ്ട് വിവാഹം നടക്കാനിടവരും. അടുത്ത ബാലാരിഷ്ടത. ചന്ദ്രൻ ബാലാരിഷ്ട ഗ്രഹമാണ്. ചന്ദ്രൻ ലഗ്നം അതിൻ്റെ 5, 7, 9, 8, 12. ചന്ദ്രൻ ലഗ്നം അതിൻ്റെ 5, 7, 9, 8, 12 എന്നീ സ്ഥലത്ത് എവിടെയെങ്കിലും നിൽക്കുകയും
എന്നീ സ്ഥലത്ത് എവിടെയെങ്കിലും നിൽക്കുകയും ആ ചന്ദ്രന് പാപയോഗം വരികയും ശുഭയോഗ ദൃഷ്ടികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ശീതരശ്മി യോഗം ഭവിക്കുന്നു. കുഞ്ഞ് 2 വർഷത്തിനുള്ളിൽ മരണപ്പെടും. ശീതരശ്മി യോഗം ഭവിക്കുന്നു. കുഞ്ഞ് 2 വർഷത്തിനുള്ളിൽ മരണപ്പെടും. ശരി. ഇനി ഒരു എക്സാമ്പിൾ ഹൊറോസ്കോപ്പ് കിടക്കുന്ന എല്ലാവരും കണ്ടോ? ഒരു എക്സാമ്പിൾ ഹൊറോസ്കോപ്പ് കിടക്കുന്ന എല്ലാവരും കണ്ടോ എന്ന് ചോദിച്ചു. കണ്ടു. അതില് ലഗ്നം ഏത്? കർക്കിടകം. ചന്ദ്രൻ എവിടെ നിൽക്കുന്നേ? ആ ചന്ദ്രന് പക്ഷബലം ഉണ്ടോ ഇല്ല എന്നുള്ളത് എങ്ങനെ ഈ ഗ്രഹനില കണ്ടിട്ട് എങ്ങനെ മനസ്സിലാക്കാം? ആരെയും പറഞ്ഞു? സൂര്യനും ചന്ദ്രനും മേടത്തിലായതുകൊണ്ട് ബലം കുറവ്. സൂര്യചന്ദ്രന്മാരുടെ പറയണം, കുഴപ്പമില്ല, പറയുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയാമോ അറിഞ്ഞൂടെ എന്നുള്ള അറിഞ്ഞൂടെങ്കിൽ പറഞ്ഞു തരണം, അതിലേക്കാണ് ചോദിച്ചത്. പക്ഷബലം ഉണ്ട്. ചന്ദ്രനും സൂര്യനും പക്ഷബലം ഉണ്ട്. കാരണം സൂര്യന്റെ 7-ല് ചന്ദ്രൻ വന്നാൽ പൗർണമിയായിരിക്കാൻ ചാൻസ് ഉണ്ട്. പൗർണമിന്ന് തറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല, ചിലപ്പോൾ പ്രഥമയാകാം, അങ്ങനെയൊക്കെ വന്നു പോകും. സൂര്യന്റെ 7-ല് ചന്ദ്രൻ നിന്നാൽ നമ്മൾ പറയുന്നത് പൗർണമി എന്നാണ്. 7 കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷം വന്ന് കുറഞ്ഞു ചന്ദ്രന്റെ ബലം കുറഞ്ഞു കൃഷ്ണപക്ഷത്ത് പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പഞ്ചദശി അല്ലെങ്കിൽ കർത്തവാവ്. ചന്ദ്രനും സൂര്യനും കൂടെ ഒരിടത്ത് വരുമ്പോൾ കർത്തവാവായിരിക്കാം. ഇതിങ്ങനെ മനസ്സിലാക്കണം. സൂര്യനിൽ നിന്ന് ചന്ദ്രൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ശുക്ലപക്ഷം. സൂര്യനിൽ നിന്ന് ചന്ദ്രൻ മാറി തുടങ്ങിയാൽ, സൂര്യന്റെ അടുത്തിന് ചന്ദ്രൻ മാറി 2, 3, സൂര്യന്റെ 2, 3, 4, 5, 6, 7 വരുമ്പോൾ വെളുത്ത വാവ് വരും. 7 കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണപക്ഷം വന്ന് നീങ്ങും തോറും വന്ന് ചന്ദ്രൻ സൂര്യൻ കുഴത്ത് വന്നാൽ കറുത്ത വാവ് വരും. ഇത് ജാതകം നോക്കി മനസ്സിലാക്കണം, ഗ്രഹനില നോക്കിയൊക്കെ മനസ്സിലാക്കി എടുക്കണം. ഇനി അപ്പോൾ ചന്ദ്രൻ എങ്ങനെയാണ്? ചന്ദ്രൻ ഏത് വരണം? കൃഷ്ണപക്ഷമോ ശുക്ലപക്ഷമാണോ? കൃഷ്ണപക്ഷമാണെങ്കിലും പ്രഥമയ ദ്വിതീയൊക്കെ ആകൂല, അതിനപ്പുറം പോകൂല. ബലമുണ്ട്, ചന്ദ്രന്റെ ബലമുണ്ട്, പക്ഷബലമുണ്ട്. പ്രഥമ ദ്വിതീയ, അതിനപ്പുറം പോകാൻ വഴിയില്ല. പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ചന്ദ്രൻ? 9-ലാണ്. 10-ല്. ലഗ്നത്തിന് 10-ലല്ലേ നിൽക്കണേ? വ്യാഴത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നു. അപ്പോൾ ചന്ദ്രന്റെ സമാഗമം എന്ന് നമ്മളിപ്പം പഠിച്ചു. ചന്ദ്രൻ ഒരു ഗ്രഹവുമായിട്ട് ബന്ധപ്പെടുന്നെങ്കിൽ ആ ഗ്രഹത്തിന് ബലം കൂടും. കേസരി യോഗമാണ്, ആയുസിനെയൊക്കെ വർദ്ധിപ്പിക്കുന്ന യോഗമാണ്. ആയുസിനെ വർദ്ധിപ്പിക്കുന്ന യോഗമല്ലേ കേസരി യോഗം? ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വ്യാഴം. ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വ്യാഴം വന്നാൽ കേസരി യോഗം. വേറെ ഇനി എന്തുണ്ട്? ചന്ദ്രന്റെ കേന്ദ്രത്തിൽ ശുക്രനും ചൊവ്വയും ഒക്കെ ഉണ്ട്.
ഇനി നമ്മൾ പഠിച്ചില്ല, ഇപ്പൊ പഠിച്ചില്ല, അവസാനം കർമ്മസ്ഥാനത്ത് ഡോക്ടറോ എന്തെങ്കിലും ആവും. എന്താവും? കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത്. ലഗ്നാധിപതിയാണ്. പ്രത്യേകിച്ച് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. ചൊവ്വ സർജറിയുടെ ആളാണ്. ചൊവ്വ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ചൊവ്വ ശുക്രന്റെ ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ വേറെ വിഷയങ്ങൾ വരും, അത് വേറെ വിഷയം. പക്ഷെ ഡോക്ടറാകാൻ ചാൻസ് ഉണ്ട്. ചൊവ്വ സർജറിയുടെ ആളാണ്. വ്യാഴം അഡ്മിനിസ്ട്രേഷൻ, സൂര്യൻ ധന്വന്തരിയാണ്. സൂര്യനും ബലമുണ്ട്. സൂര്യൻ 3 നിൽക്കുന്നു, സൂര്യനും ബലമുണ്ട്. പിന്നെ ഈ ശീതരശ്മി യോഗമുണ്ടോ? നമ്മൾ അവസാനം ലാസ്റ്റ് എഴുതിയില്ല, 1, 5, 7, 9, 8, 12 ചന്ദ്രൻ നിൽക്കുകയും ചന്ദ്രന് പാപയോഗം വരികയും ചെയ്താൽ ശീതരശ്മി യോഗം ഉണ്ടോ? ഇല്ല. ചന്ദ്രൻ 10ലാണ് നിൽക്കുന്നത്, 10 അതിൽ വരില്ല, അപ്പോൾ ശീതരശ്മി യോഗമില്ല. അതും പോയിട്ട് ഉണ്ടെങ്കിൽ തന്നെയും കേസരി യോഗമുണ്ട്. ചന്ദ്രന് ശുക്രന്റെ യോഗമൊക്കെ കിടക്കുന്നതുകൊണ്ട് എഫക്റ്റ് ആവില്ല. ചന്ദ്രന് ശുഭന്റെ ദൃഷ്ടിയുണ്ട്, ശുക്രന്റെ ദൃഷ്ടി കിടക്കില്ലേ. ഇങ്ങനെയൊക്കെ ജാതകം കൂടി നോക്കാൻ കൂടി കുറച്ചൊക്കെ പഠിക്കണം. കേസരി ചന്ദ്രന്റെ കൂടെ ഗുരു വരുമ്പോഴല്ലേ കേസരി? അതെങ്ങനെ? ചന്ദ്രന്റെ കേന്ദ്രത്തിൽ ഗുരു വന്നാണ്. കേന്ദ്രത്തിൽ അത് ലഗ്നവുമായിട്ട് ബന്ധമില്ല, ലഗ്നത്തിന് ബന്ധമില്ല. വേറെ ഒരു ഗുരുയോഗം കിടക്കണം ഇതിനകത്ത്. ഇത് കുജനും ശുക്രനും 97 ജാതകമെന്ന് തോന്നുന്നു. 97 തോന്നുന്നു. 97 സെപ്റ്റംബർ ഒക്ടോബറിൽ വരും. സെപ്റ്റംബർ 20 ഡേറ്റ് കിടക്കുന്നു. ഡേറ്റ് കിടക്കുന്നു അതിനകത്ത്. 97 സെപ്റ്റംബർ 20 ശനിയാഴ്ച. 97 എന്ന് പറയാൻ കാര്യം വ്യാഴം 97 അവിടെയാണ്, വ്യാഴവും ശനി. സൂര്യൻ അവിടെ വരുന്നത് കന്നി മാസത്തിൽ, അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ, അതാണ് അങ്ങനെ പറഞ്ഞത്. ഇനി നേരത്തെ സമയം പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? വിദഗ്ധരാരെയും ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? സമയം പറയാൻ അറിയാവുന്നവരുണ്ടോ? രാത്രി 12 മണിക്ക് ശേഷം 2 മണിക്കകത്തൊക്കെ വരും. 3:50 എന്നാണ് എഴുതിയിരിക്കുന്നത് രാവിലെ. 3:50 എഴുതിയിട്ടുണ്ടോ? 3:50 നവാംശകൻ ലാസ്റ്റ് വരും. വെളുപ്പാൻ രാവിലെയാണ്. സൂര്യനെയും ലഗ്നവും വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഇതെന്തെങ്കിലും എഴുതണോ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതണോ? എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടോ ഇത്? ഇല്ല സാർ, എഴുതണം. പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്തോണോ? ഗ്രഹനില മാത്രം ഇട്ടാൽ മതി. പെട്ടെന്ന് 2 വരി എഴുതിയാൽ മതി. ലഗ്നം കർക്കടകം, ചന്ദ്രൻ മേടത്തിൽ. ലഗ്നം കർക്കടകം, ചന്ദ്രൻ മേടത്തിൽ. പൗർണമി കഴിഞ്ഞ് കൃഷ്ണപക്ഷത്തിൽ പ്രവേശിച്ച അവസ്ഥ. പൗർണമി കഴിഞ്ഞ് കൃഷ്ണപക്ഷത്തിൽ പ്രവേശിച്ച അവസ്ഥ. സൂര്യനും ചന്ദ്രനും ഒരു രാശിയിൽ വരുമ്പോൾ അമാവാസിയായിരിക്കും. അമാവാസിയായിരിക്കാം. ഇരിക്കുമെന്ന് തറപ്പിക്കാൻ പറയാം. ചിലപ്പോൾ അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. അമാവാസിയായിരിക്കാം. സൂര്യരാശിയിൽ നിന്ന് പുറപ്പെട്ട് അതിൻ്റെ 7-ൽ വരുമ്പോൾ പൗർണമിയാകും.
അതിന്റെ 7 വരുമ്പോൾ പൗർണമിയാകും. അതിന്റെ 7 വരുമ്പോൾ പൗർണമിയാകും. സൂര്യന്റെ 8, 9, 10, 11, 12 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് അമാവാസി കൃഷ്ണപക്ഷമാണ്. അവിടെ നിന്ന് 8, 9, 10, 11, 12 സഞ്ചരിക്കുന്നത് കൃഷ്ണപക്ഷമാണ്. അവിടെ നിന്ന് 8, 9, 10, 11, 12 സഞ്ചരിക്കുന്നത് കൃഷ്ണപക്ഷമാണ്. 12 സൂര്യന്റെ കൂടെ വരുമ്പോഴും അതാദ്യം എഴുതി. സൂര്യന്റെ കൂടെ വരുമ്പോൾ അമാവാസി ആദ്യം എഴുതി. അടുത്ത ലൈനിൽ വ്യാഴത്തിന്റെ കേന്ദ്രത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് കേസരി യോഗമാണ്. ഇത് ആയുസ്സിനെ വർദ്ധിപ്പിക്കും. ഇത് ആയുസ്സിനെ വർദ്ധിപ്പിക്കും. ചന്ദ്രൻ 10 നിൽക്കുന്നത് കൊണ്ട് ശീതരശ്മി യോഗമൊന്നുമില്ല. ചന്ദ്രൻ 10 നിൽക്കുന്നത് കൊണ്ട് ശീതരശ്മി യോഗമൊന്നുമില്ല. ശരി, ഓക്കെ. നമ്മൾ ചെറിയ രീതിയിൽ ഒരു ജാതകം കൂടി അനലൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയാൽ കുറച്ച് ഉപകാരമായിരിക്കും. അങ്ങനെ എല്ലാ ക്ലാസ്സിലും നോക്കാം. കുറച്ചായിട്ട് ഗ്രഹനിലേക്ക് കൂടി പരിചയമില്ലാത്ത ആൾക്കാർ ഒന്ന് ജാതകമൊക്കെ ഗ്രഹനിലേക്ക് ഒന്ന് പരിചയപ്പെടണമല്ലോ. സാർ, ഈ വ്യാഴം ചന്ദ്രന്റെ കേന്ദ്രത്തിൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ സാർ ഇത് കേസരി യോഗത്തിന്റെ? ചന്ദ്രന് കേന്ദ്രം എന്ന് വെച്ചാൽ അതൊക്കെ 1, 4, 7, 10 ഇതറിയില്ലേ? അത് ഈ ചന്ദ്രന്റെതാണോ അല്ലെ ലഗ്നത്തിന്റെയാണോ സാർ? ചന്ദ്രന്റെ, ലഗ്നമായിട്ട് അതിന് ബന്ധമില്ല. ഓക്കെ. ഇപ്പൊ ചന്ദ്രന്റെ എണ്ണ നോക്കണം. ചന്ദ്രന്റെ 10 വരും വ്യാഴം. 1, 2, 3 കോളത്തിൽ എണ്ണി നോക്കണം. ചന്ദ്രന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ആകുമ്പോൾ കേന്ദ്രം. ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വ്യാഴം വന്നാൽ വ്യാഴത്തിന്റെ കേന്ദ്രത്തിൽ ചന്ദ്രനും വരും. രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഒരു സൈഡിന് കേന്ദ്രം വന്നാൽ അടുത്ത സൈഡിനും കേന്ദ്രം വരും. ഒരു സൈഡിന് ത്രികോണം വന്നാൽ അടുത്ത സൈഡിനും ത്രികോണം വരും. അതാണ് അതിന്റെ പ്രത്യേകത. വ്യാഴത്തിന് ചന്ദ്രൻ നോക്കണം. 1, 2, 3, 4 ശരിയല്ലേ? അപ്പോഴതും കേന്ദ്രമാണ്. അതിന് ലഗ്നമായിട്ട് ബന്ധം വരുന്നില്ല. ലഗ്നമായിട്ട് ബന്ധപ്പെടുത്താതെയാണ് പറയുന്നത്. കേസരി യോഗം ആയുസ്സിനെ ദീർഘിപ്പിക്കും. നല്ല ധൈര്യമായിരിക്കും എന്നാണ്. നല്ല ധൈര്യം ഉണ്ടാവും. ആയുസ്സിനെ ദീർഘിപ്പിക്കുന്നതാണ്. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുന്നവരുള്ള ആയുസ് ഉണ്ടാവും എന്ന് പറയുന്നു. ശരി, അപ്പോൾ ഇന്നത്തേക്ക് മതി. സമയം ഒരുപാടായി. സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ നമ്മൾ മുമ്പേ പറഞ്ഞ കുജൻ, ഈ ചന്ദ്രരാശിയും കുജനും തമ്മിലൊരു ഇത് വരുമ്പോ മാതാവിന് ദോഷമുണ്ട്. അപ്പൊ ഈ കർക്കടകത്തിൽ കുജൻ അഷ്ടമഭാവാധിപതി ഭവിച്ചുകൊണ്ട് നിന്നാലും അങ്ങനെ ഒരു ദോഷം പറയാൻ പറ്റുമോ? കർക്കടകത്തിൽ കുജൻ കർക്കടകത്തിൽ ചൊവ്വ അഷ്ടമാധിപനായിട്ട് നിൽക്കുമ്പോൾ കന്നി ലഗ്നമാണോ? ധനുർ ലഗ്നം. ധനു ലഗ്നമാകുമ്പോ അഷ്ടമാധിപനാവില്ലല്ലോ. അഷ്ടമാധിപതിയല്ല, അഷ്ടമാധിപത്യമല്ല, അഷ്ടമത്തിൽ നിൽക്കുന്നു. അഷ്ടമാധിപത്യം എന്ന് പറയുമ്പോൾ അത് വേറെ അർത്ഥമാണ്. അധിപതി വേറെ. അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ കർക്കടകത്തിൽ 1 അവിടെ ഒരുപാട് കുഴപ്പമുണ്ട്. 1 ചന്ദ്രന്റെ കൂടെ ചൊവ്വ. ചന്ദ്രന്റെ കൂടെ ചൊവ്വ നിൽക്കുന്നത് നല്ലതല്ല. അത് കർക്കടകത്തിലാണ് വരികയും ചെയ്തത്. ചൊവ്വയ്ക്ക് നീചവുമാണ്. നല്ലതല്ല, മറ്റു നല്ലതല്ല. പിന്നെ 4ാം ഭാവപതി വ്യാഴം അവിടെ നിൽക്കുന്നത് മകരത്തില്. അപ്പോഴും കുഴപ്പം തന്നെയാണ്.
നാലാം ഭാവോദിക്കും വരാനില്ല. അല്ല, കർക്കടകത്തിൽ ഇനിയും ചന്ദ്രൻ യോഗം ചെയ്യുന്നില്ലെങ്കിൽ കുജൻ കർക്കടകത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു ദോഷം പറയാൻ അങ്ങനെ പാടുണ്ടോ? പാടുണ്ട്. ചൊവ്വ നല്ലതല്ലല്ലോ. ചൊവ്വയ്ക്ക് നീചമല്ലേ, അഷ്ടമത്തിൽ പോയി. ചന്ദ്രനും അഷ്ടമത്തിൽ പോയി, ചൊവ്വയും അഷ്ടമത്തിൽ പോയി, രണ്ടും കൂടി ഒരുമിച്ചു. നാലാം ഭാവപതി വ്യാഴം അമ്മയെ നോക്കുമ്പോൾ നാലാം ഭാവപതിയെ നോക്കണം. നാലാം ഭാവതിക്ക് നീചം. അവിടെ കേസരി യോഗമൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ചൊവ്വയുടെ യോഗം കിടക്കുന്നു, വ്യാഴത്തിന് നീചവും കൂടിയാണ്. അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. ഇവരെ ബലവും കൂടി നോക്കണം. പിന്നെ ഇതൊക്കെ ഇപ്പം പറയാൻ പോവാത്തത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഇവരെ ബലവും കൂടി നോക്കണം. ഒരു നമ്മളെ ബാലാരിഷ്ടത്തിന്റെ 12 വയസ്സ് വരെ ജാതകം കുറിക്കുക, അതിനെന്തെങ്കിലും പ്രമാണം ഉണ്ടോ സാറേ? അതിന് പ്രമാണം ബാലാരിഷ്ട ഇത് തന്നെ പ്രമാണം. ഈ പ്രമാണങ്ങൾ തന്നെയാണ് അതിന്റെ അടിസ്ഥാനം. അല്ല, 12 വയസ്സ് വരെ ജാതകം കുറിക്കരുത് എന്ന് പറയാൻ. കുറിക്കരുത് എന്ന് പറയുന്നത് ജ്യോത്സ്യന്മാരുടെ തീരുമാനം, ജ്യോത്സ്യന്മാർ എടുക്കുന്ന തീരുമാനം. എഴുതിക്കൂടാ എന്നൊന്നുമില്ല. പിന്നെ ചിലർ എഴുതൂലായിട്ട് തട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നത് ഇങ്ങോട്ടും എന്നാണ്. അതിന്റെ അടിസ്ഥാന പാരാരിഷ്ടത വേറെ ഒരുപാട് പ്രമാണങ്ങളുണ്ട്, ഇനിയും ഒരുപാടുണ്ട്. ഒന്നാണ് ഇത് പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല. വേറെ അതിന് ഒരുപാട് ക്യാൻസലേഷൻ ഉണ്ട്. ഇത് ക്യാൻസലായി പോകുന്ന ഒരുപാടുണ്ട്. സാറേ, 7-ൽ ചന്ദ്രൻ ഇപ്പൊ ഒരു സ്ത്രീകൾക്ക് വരുവാണെങ്കിൽ അതിന്റെ ഒരു അർത്ഥം എന്തായിരിക്കും സാറേ? 7-ൽ ചന്ദ്രൻ കുഴപ്പമില്ല. ഈർഷ്യ തീവ്രമതോമത അല്പം ഗർവം ഉണ്ടാവും. അത്ര അല്പം ഗർവം ഉണ്ടാവും. ഏത് ലഗ്നം? ഈ നമ്മുടെ ചിങ്ങം. ചിങ്ങലഗ്നം 7-ൽ ചന്ദ്രനെങ്കിൽ ചിങ്ങലഗ്നമേ ഗർവാണ്, ഗർവിന്റെ രാശിയാണ്. 7-ൽ ചന്ദ്രനും കൂടി നിൽക്കുമ്പോൾ ഗർവ് കുറെ കൂടി കൂടും. സോറി, 7-ാം സ്ഥാനത്ത് ഈ സ്ത്രീകളെ ഇത് തന്നെ ചന്ദ്രൻ തന്നെ വരുമ്പം ഇത് അതായത് അമ്മയോട് മാത്രമേ അങ്ങനെയുണ്ടോ? സ്ത്രീകളോടോ അങ്ങനെ ഇതുണ്ടോ? അങ്ങനെ വല്ലതും? സ്ത്രീദ്വേഷി മാതൃവിധേയോ അങ്ങനെയൊക്കെ ഉണ്ടാവാം. 7-ല് കുംഭത്തില് ചന്ദ്രൻ നിൽക്കുന്നത് നല്ലതല്ല. കുംഭത്തിൽ നിൽക്കുന്ന ചന്ദ്രന് സ്ത്രീ വിഷയമായിട്ട് നല്ലതല്ല. പെണ്ണുങ്ങളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ല, സ്ത്രീകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ല. അവിടെ പറയുന്ന പരവനിതാർത്ഥ പാപനിരത എന്ന് പറയും. മറ്റ വനിതകളെ ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ടാവും കുംഭത്തിലെ ചന്ദ്രൻ നിന്ന്. ലഗ്നം പറയുന്നതും സ്ത്രീദ്വേഷി എന്നാണ്. മാതൃവിധേയോ അത്ര നല്ലതല്ല. പിന്നെ ലഗ്നം ചിങ്ങൻ രാശിയുടെ സ്വഭാവം നമ്മൾ പഠിച്ചല്ല, അറിയാമല്ലോ. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ശരിയാണ്. ചൊവ്വ എവിടെ നിൽക്കുന്നത്? ചൊവ്വ മേടത്തിൽ കുഴപ്പമില്ല, 9-ൽ തന്നെ, അത് കുഴപ്പമില്ല. ശനി നമ്മുടെ എന്താ പറയുക, തുലാം ഏറ്റവും സൈഡിലാ സാറേ. കന്നിയല്ല, കന്നി, തുലാം, വൃശ്ചികം, മകരം. 93 ഡേറ്റ പുറത്ത്. 92, 93, 92. 90 മകരം, കുംഭം. അല്ല, മകരല്ല സാർ, മകര, തുലാം, മാസം അറിയാത്തുണ്ടോ സാറേ? അടുത്ത ദിവസം ചർച്ച ചെയ്യാൻ, ഇപ്പൊ സമയം ഒരുപാടായി. ശരി സാർ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.